ശരി, അക്കൗണ്ടിങ് ഫോർ ഷെയർ ക്യാപിറ്റൽ. അപ്പൊ ഇതില് നമ്മൾ കമ്പനീസ് ആക്ടിന്റെ പ്രൊവിഷൻസ് ഫോളോ ചെയ്തിട്ടാണ് നമ്മളെ ഷെയർ ക്യാപിറ്റൽ നമ്മൾ എപ്പോഴും അക്കൗണ്ട് ചെയ്യുന്നത്. അപ്പൊ കമ്പനീസ് ആക്ടിൽ എങ്ങനെയൊക്കെയാണോ അക്കൗണ്ട് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് ആ റൂൾസ് ഫോളോ ചെയ്ത് ആ പ്രൊവിഷൻസ് എല്ലാം ഫോളോ ചെയ്തിട്ടായിരിക്കും നമ്മൾ ഷെയർ ക്യാപിറ്റലിനെ അക്കൗണ്ട് ചെയ്യുന്നത്. ഒരു കമ്പനിയുടെ ഫീച്ചേഴ്സ് ലാസ്റ്റ് ഇയറിൽ ബിസിനസ് സ്റ്റഡീസിൽ പഠിച്ചിട്ടുണ്ടായിരിക്കും. കമ്പനി എന്ന് പറയുന്നത് ഒരു ബോഡി കോർപ്പറേറ്റ് ആണ്. അതിനൊരു സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ഉണ്ട്. ബോഡി കോർപ്പറേറ്റ് എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ലോയുടെ അണ്ടറിൽ രജിസ്റ്റർ ചെയ്തിട്ടായിരിക്കും. അപ്പൊ ബാങ്കിങ് കമ്പനി ആണെങ്കിൽ ബാങ്കിങ് കമ്പനീസ് ആക്ട്, നോർമൽ കമ്പനി ആണെങ്കിൽ കമ്പനീസ് ആക്ട്, ഇൻഷുറൻസ് കമ്പനി ആണെങ്കിൽ ഇൻഷുറൻസ് കമ്പനീസ് ആക്ട്, അങ്ങനെ ഒരു സ്റ്റാറ്റ്യൂട്ടറി ലോയിന്റെ അണ്ടറിൽ രജിസ്റ്റർ ചെയ്യുക. അതുകൊണ്ടാണ് നമ്മൾ ബോഡി കോർപ്പറേറ്റ് എന്ന് വിളിക്കുന്നത് കമ്പനിയെ. ഒരു സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി. അതിന്റെ മാനേജ്മെന്റും അതിന്റെ എക്സിസ്റ്റൻസും സെപ്പറേറ്റ് ആണ്. അതായത് മെമ്പേഴ്സ് വേറെ, നമ്മുടെ കമ്പനി വേറെ, അങ്ങനെ ഒരു എക്സിസ്റ്റൻസ് സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ഉള്ളതാണ് ഒരു കമ്പനി എന്ന് പറയുന്നത്. കമ്പനിക്ക് അതിൻ്റെതായിട്ടുള്ള ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം, അതിന്റെ സ്വന്തം പേരില് പ്രോപ്പർട്ടി ഹോൾഡ് ചെയ്യാം. അത് മാത്രമല്ല കമ്പനിക്ക് സ്വന്തമായിട്ട് സിഗ്നേച്ചർ ഉണ്ട്. അതിന്റെ സീല്, കമ്പനി സീലാണ് കമ്പനിയുടെ സ്വന്തം സിഗ്നേച്ചർ. അപ്പൊ കമ്പനി എന്ന് പറയുന്ന ഒരു സെപ്പറേറ്റ് ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആയിട്ട് തന്നെ നമ്മൾ ട്രീറ്റ് ചെയ്യുന്ന ഒരു ലീഗൽ പേഴ്സൺ, സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി അതുകൊണ്ട് പറയും. പിന്നെ ലിമിറ്റഡ് ലയബിലിറ്റി. നമ്മളൊരു കമ്പനിയുടെ ഷെയർ വാങ്ങിയിട്ടുണ്ടെങ്കിൽ ആ കമ്പനിയുടെ മാക്സിമം ഷെയറിന്റെ വാല്യൂ, ഇപ്പൊ നമ്മൾ 1000 ഷെയർസ് ഓഫ് റുപ്പീസ് 100 ഈച്ച് നമ്മൾ വാങ്ങിയിട്ടുണ്ട്. 1000 ഷെയർസ് ഓഫ് റുപ്പീസ് 100 ഈച്ച് നമ്മൾ വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം നമ്മുടെ ലയബിലിറ്റി, ആ കമ്പനിക്ക് വരുന്ന ലയബിലിറ്റി എന്ന് പറയുന്നത് 1 lakh rupees ആണ്. അതിന്റെ അപ്പുറത്തേക്ക് ഒന്നും തന്നെ നമ്മൾ കൊടുക്കേണ്ട കാര്യമില്ല ലയബിലിറ്റി ആയിട്ട്. മെമ്പേഴ്സിന്റെ ലയബിലിറ്റി ലിമിറ്റഡ് ആണ്. അവർ വാങ്ങിച്ചിട്ടുള്ള ഷെയർസ് മാക്സിമം അതിന്റെ എമൗണ്ട് കൊടുത്തു തീർത്താൽ മാത്രം മതി വൈൻഡിങ് അപ്പിന്റെ സമയത്ത്. പിന്നെ പെർപെച്വൽ സക്സഷൻ, ഇതും കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുണ്ടായിരിക്കും ബിസിനസ് സ്റ്റഡീസിൽ. പെർപെച്വൽ സക്സഷൻ എന്ന് പറയുന്നത് കമ്പനിയുടെ മാനേജ്മെന്റ് മാറിയാലും, പല ആൾക്കാരും വന്നും പോയി നിൽക്കും മെമ്പേഴ്സ്, അപ്പൊ എത്ര പേര് മാറിയാലും കമ്പനി കണ്ടിന്യൂ ചെയ്യും. കമ്പനിയുടെ എക്സിസ്റ്റൻസ് എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യുന്നിടം വരെ കമ്പനിയുടെ എക്സിസ്റ്റൻസ് ഇല്ലാതാവുന്നില്ല. അത് മെമ്പേഴ്സ് മാറിക്കൊണ്ടിരുന്നാൽ കമ്പനി അങ്ങനെ തന്നെ എക്സിസ്റ്റ് ചെയ്യും. അതാണ് പെർപെച്വൽ സക്സഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്. മെമ്പേഴ്സ് മാറുന്നത് ഒരു തരത്തിലും കമ്പനിയുടെ എക്സിസ്റ്റൻസിനെ അഫക്ട് ചെയ്യത്തില്ല. പിന്നെ ഉള്ളത് കോമൺ സീല്. കമ്പനിക്ക് കമ്പനിയുടേതായിട്ടുള്ള ഒരു സീല് കാണും, ഒഫീഷ്യൽ സീല്. അതാണ് കമ്പനിയുടെ സിഗ്നേച്ചർ ആയിട്ട് എല്ലാത്തിലും അക്സെപ്റ്റ് ചെയ്യുന്നത്. അപ്പൊ കമ്പനി സീല് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ കമ്പനി സൈൻ ചെയ്തു എന്നാണ് അതിന്റെ അർത്ഥം. കമ്പനി ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണ്, അതിന്റെ സിഗ്നേച്ചർ ആണ് കോമൺ സീല്. അപ്പൊ കമ്പനി സൈൻ ചെയ്യുന്നു എന്നാണ് അതിന്റെ മീനിങ് വരുന്നത്. അതാണ് കോമൺ സീൽ. പിന്നെ ട്രാൻസ്ഫറബിലിറ്റി ഓഫ് ഷെയർസ്. നമുക്ക് ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനി ആണെങ്കിൽ നമുക്ക് 2 ടൈപ്പ് കമ്പനി ഉണ്ട്. അതും ലാസ്റ്റ് ഇയർ ബിസിനസ് സ്റ്റഡീസിൽ പഠിച്ചിട്ടുണ്ടായിരിക്കും. പബ്ലിക് കമ്പനി, പ്രൈവറ്റ് കമ്പനി, ഇല്ലേ? അപ്പൊ ഇതില് പബ്ലിക് കമ്പനിയുടെ ഷെയർസ് എന്ന് പറയുന്നത് ഫ്രീലി ട്രാൻസ്ഫറബിൾ ആണ്. നമുക്ക് പുറത്തുള്ള ആൾക്കാർക്ക് ഫ്രീ ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പറ്റും. പക്ഷെ പ്രൈവറ്റ് കമ്പനി അങ്ങനെയല്ല. റിലേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ നമുക്ക് ഷെയർസ് കൊടുക്കാൻ പറ്റത്തുള്ളൂ. പബ്ലിക് ലിമിറ്റഡ് കമ്പനി ആവുമ്പോൾ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലൊക്കെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ പബ്ലിക്കിന് ഷെയർ സെയിൽ ചെയ്യുന്നതുകൊണ്ട് ഒരു പ്രശ്നവുമില്ല. ഫ്രീ ആയിട്ട് ഷെയർസ് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. പിന്നെ കമ്പനിയുടെ ആർട്ടിക്കിൾസിൽ പറഞ്ഞിട്ടുണ്ടായിരിക്കും നമുക്ക് ഈ ഷെയർ ട്രാൻസ്ഫർ ഫ്രീ ആയിട്ട് ചെയ്യാം, ഫ്രീലി ഷെയർ ട്രാൻസ്ഫറബിൾ ആണ് എന്നുള്ളത് കമ്പനിയുടെ ആർട്ടിക്കിൾസിൽ പറഞ്ഞിട്ടുണ്ടായിരിക്കും. പിന്നെ അടുത്ത കമ്പനിയുടെ ഒരു ഫീച്ചറാണ് മേ സ്യൂ ഓർ ബി സ്യൂഡ്. നമുക്ക് കമ്പനിയുടെ പേരിൽ കേസ് കൊടുക്കാൻ പറ്റും. നമുക്ക് കമ്പനിയുടെ സൈഡിൽ നിന്ന് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ കമ്പനിയുടെ പേരിൽ തന്നെ കേസ് കൊടുക്കാൻ പറ്റും. അതുപോലെ കമ്പനിക്ക് എതിരെ നമ്മൾ എന്തെങ്കിലും ചെയ്താൽ നമ്മുടെ പേരിൽ കമ്പനിക്കും കേസ് എടുക്കാൻ പറ്റും. അപ്പൊ അതാണ് മേ സ്യൂ ഓർ ബി സ്യൂഡ്. നമുക്കും കേസ് കൊടുക്കാം, നമുക്കെതിരെ കമ്പനിയും കേസ് കൊടുക്കാം. അങ്ങനെ 2 ഫീച്ചറാണ് അവിടെ പറയുന്നത്. അപ്പോ കോൺട്രാക്ട് ബ്രീച്ച് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ കമ്പനിക്ക് കേസ് ഫയൽ ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. അപ്പൊ ഇത് ഇത്രയും കമ്പനിയുടെ ഫീച്ചേഴ്സാണ്. ഇനി കൈൻഡ്സ് ഓഫ് കമ്പനി. കമ്പനി പല തരത്തിലുണ്ട്. നമ്മൾ തിയറി പറയുന്നതേ ഉള്ളൂ. നമുക്ക് അക്കൗണ്ട്സിൽ തിയറി പോർഷൻസിന്റെ ക്വസ്റ്റ്യൻസ് ഭയങ്കര കുറവായിരിക്കും. ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മാത്രം മതി. ഓക്കെ. ഇനി കൈൻഡ്സ് ഓഫ് കമ്പനി എന്ന് പറയുന്നത് കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർസ്. അത് കോമൺ ആണ്. കാരണം അവിടുത്തെ കമ്പനിയിൽ നമുക്ക് ഷെയർസ് ആയിരിക്കും ഉള്ളത്. ഏറ്റവും കൂടുതൽ ഷെയർസ് ആയിരിക്കും ഉള്ളത്. ഇപ്പം ക്യാപിറ്റൽ ഒരു 5 lakh ആണെന്ന് വിചാരിച്ചോ. 5 lakh ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ ചിലപ്പോൾ അതൊരു 5000 ഷെയർസ് ഓഫ് റുപ്പീസ് 100 ഈച്ച് അങ്ങനെ ആയിരിക്കും. അപ്പൊ ഷെയർ എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ചെറിയ വാല്യൂസിൽ, യൂഷ്വലി 100 rupees അല്ലെ 10 rupeesന്റെ വാല്യൂല് നമ്മുടെ മൊത്തം ഓതറൈസ്ഡ് ക്യാപിറ്റലിനെ ഡിവൈഡ് ചെയ്ത് വെക്കുന്നതാണ്. അപ്പൊ കമ്പനീസ് ലിമിറ്റഡ് ബൈ ഷെയർസിന്
ഒരു 5 lakh ക്യാപിറ്റൽ ഉള്ള ഒരു കമ്പനി ആണെങ്കിൽ ഒരു എക്സാമ്പിൾ ആയിട്ട് 5,000 ഷെയർസ് ഓഫ് ₹100 ഈച്ച്, അങ്ങനെയായിരിക്കും ചിലപ്പോൾ അതിന്റെ ഓതറൈസ്ഡ് ക്യാപിറ്റൽ ഉണ്ടാവുക. പിന്നെ ഈ കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർസിന്റെ മാക്സിമം ലയബിലിറ്റി എന്ന് പറയുന്നത്, നമ്മൾ ഷെയർ ഹോൾഡറിന്റെ ലയബിലിറ്റി എന്ന് പറയുന്നത് അവരുടെ ഷെയറിന്റെ ഫുൾ എമൗണ്ട് ആയിരിക്കും. ആ ഷെയറിന്റെ ഫുൾ എമൗണ്ട് ഒരു മെമ്പർ അടച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ 100 രൂപയുടെ ഷെയർ ആണെങ്കിൽ ആ 100 രൂപ മുഴുവൻ ഒരു ഷെയർ ഹോൾഡർ അടച്ചു കഴിഞ്ഞാൽ അയാൾ വേറെ ഒരു എമൗണ്ടും കമ്പനിക്ക് തരണ്ട. അയാൾ എത്ര ഷെയർ വാങ്ങിച്ചോ ആ ഷെയറിന്റെ ഫുൾ എമൗണ്ട് മാത്രം തന്നാൽ മതി. അത്രേ ഉള്ളൂ അയാൾക്ക് ലയബിലിറ്റി ആയിട്ട് കമ്പനിയോട്. ഓക്കെ, അപ്പൊ അതാണ് കമ്പനീസ് ലിമിറ്റഡ് ബൈ ഷെയർസ് എന്ന് പറയുന്നത്. വൈൻഡിങ് അപ്പിന്റെ സമയത്ത് അവർ എക്സ്ട്രാ നമുക്കൊന്നും ചെയ്യണ്ട, ഒരു പേയ്മെന്റും തരണ്ട. മനസ്സിലായോ? ഓക്കെ. പിന്നെ വരുന്നത് കമ്പനി ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി. കമ്പനി ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി ആണെങ്കിൽ ഇവിടെ നമുക്ക് ഷെയർസ് ഒന്നും തന്നെ ഇല്ല. പകരം എന്താ, കമ്പനി വൈൻഡ് അപ്പ് ചെയ്യുന്ന സമയത്ത് ഞങ്ങളൊരു സ്പെസിഫിക് എമൗണ്ട് കോൺട്രിബ്യൂട്ട് ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് എഗ്രി ചെയ്യും. അങ്ങനെ എഗ്രി ചെയ്തിട്ട് ഒരു കമ്പനി ഫോം ചെയ്യുമ്പോഴാണ് കമ്പനി ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി. ഇപ്പൊ ഈ ടൈപ്പ് കമ്പനീസ് ഒക്കെ ഭയങ്കര കുറവാണ്. നമ്മൾ തിയറി ആയിട്ട് പഠിക്കുന്നു എന്നുള്ളതല്ല, ഏറ്റവും കൂടുതൽ കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർസ് തന്നെയാണ് ഉള്ളത്. ഇവിടെ കമ്പനി ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി എന്ന് പറയുന്നത് വൈൻഡിങ് അപ്പിന്റെ സമയത്ത് ഇവരെ എമൗണ്ട് കോൺട്രിബ്യൂട്ട് ചെയ്യും. എത്രയാണോ സ്പെസിഫിക് എമൗണ്ട് അത് മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ എമൗണ്ട് വൈൻഡിങ് അപ്പിന്റെ സമയത്ത് കോൺട്രിബ്യൂട്ട് ചെയ്യും. അതാണ് കമ്പനി ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി. ഇനി അൺലിമിറ്റഡ് കമ്പനി. അൺലിമിറ്റഡ് കമ്പനിയും ഒരുപാടൊന്നും വരത്തില്ല, കാരണം അത് ഭയങ്കര റിസ്കിയാണ്. അവിടെ മെമ്പേഴ്സിന് ലയബിലിറ്റിക്ക് ലിമിറ്റ് വരുന്നില്ല. അപ്പൊ അൺലിമിറ്റഡ് കമ്പനി ഭയങ്കര കുറവാണ്. ബട്ട് അങ്ങനെ ഒരു കോൺസെപ്റ്റും കൂടി നമുക്കുണ്ട്. ലയബിലിറ്റി, നമ്മളെ മെമ്പേഴ്സിന്റെ ലയബിലിറ്റി അൺലിമിറ്റഡ് ആയിട്ട് നിൽക്കുകയാണ്. അതായത് ഷെയറിന്റെ പൈസ മാത്രം കൊടുത്താൽ പോരാ, കമ്പനിക്ക് എത്ര ഡെറ്റ് ഉണ്ടോ ആ ഡെറ്റ് ഫുള്ള് പേ ഓഫ് ചെയ്യാനായിട്ട് മെമ്പേഴ്സ് ലയബിൾ ആവും. ഈവൻ അവരുടെ പ്രൈവറ്റ് പ്രോപ്പർട്ടി പോലും എടുത്തിട്ട് കമ്പനിയുടെ ഡെറ്റ് ചിലപ്പോൾ പേ ഓഫ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ അങ്ങനെ അൺലിമിറ്റഡ് ആയിട്ട് ലയബിലിറ്റി വരുന്ന കേസിലാണ് നമ്മൾ അൺലിമിറ്റഡ് കമ്പനി എന്ന് പറയുന്നത്. ഇവിടെ മെമ്പേഴ്സിന്റെ ലയബിലിറ്റി ലിമിറ്റഡ് അല്ല, അവർ കൂടുതൽ എമൗണ്ട് ചിലപ്പോൾ കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടതായിട്ട് വരും കമ്പനിയുടെ ലയബിലിറ്റീസ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷെ ഇന്ത്യയിൽ ഇങ്ങനെയുള്ള കമ്പനീസ് ഇല്ല, കാരണം നമ്മുടെ കമ്പനീസ് ആക്ട് പറഞ്ഞോളൂ. സമയത്ത് മാത്രമേ നമ്മൾ ആ ലയബിലിറ്റി ഫേസ് ചെയ്യുള്ളൂ. അപ്പം ഈ കമ്പനിയുടെ ലൈഫിന്റെ സമയത്ത് ലയബിലിറ്റി ഫേസ് ചെയ്യുന്നു. ഈ കമ്പനി ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി നോർമലി എന്താണെന്നറിയാവോ, നമ്മളൊരു ബെനിഫിഷ്യറിക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ ഒരു ട്രസ്റ്റ് ആയിട്ട് ഫോം ചെയ്യുക, ഓക്കെ, അല്ലെങ്കിൽ ഒരു നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ഒരു കമ്പനി ആയിട്ട് രജിസ്റ്റർ ചെയ്യുക. പണ്ട് നമുക്കുണ്ടായിരുന്നു സെക്ഷൻ 8 കമ്പനീസ് എന്ന് പറഞ്ഞിട്ട്, കമ്പനീസ് ആക്ടിനകത്ത് തന്നെ സെക്ഷൻ 8 കമ്പനീസ് എന്ന് പറഞ്ഞിട്ട്, അതായത് ഇവര് ചാരിറ്റിക്ക് വേണ്ടിയിട്ട് ഫോം ചെയ്യുന്നത്. മനസ്സിലായോ? ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കത്തില്ല, വേറെ എന്തെങ്കിലും പർപ്പസിന്. ഇപ്പോ ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബെനിഫിഷ്യറിക്ക് വേണ്ടിയിട്ട്, ഇപ്പൊ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരാളുടെ ഫാമിലി, ഓക്കെ, അപ്പൊ അയാൾ മരിച്ചു പോയപ്പോ അയാളുടെ പരിചയമുള്ള ആൾക്കാർ അല്ലെങ്കിൽ ഫാൻസ് എല്ലാം കൂടി ചേർന്നിട്ട് ഒരു ട്രസ്റ്റ് ഫോം ചെയ്യും അയാളുടെ ഫാമിലിക്ക് വേണ്ടി. മനസ്സിലായോ? അത് ചിലപ്പോൾ ഒരു കമ്പനി ആയിട്ട് രജിസ്റ്റർ ചെയ്യും. എന്നിട്ട് ചിലപ്പോൾ നമ്മുടെ ആ ബെനിഫിഷ്യറിക്ക് 18 വയസ്സ് കഴിയുന്ന സമയത്ത് ഈ ഫണ്ട് കോൺട്രിബ്യൂട്ട് ചെയ്ത് കമ്പനി വൈൻഡ് അപ്പ് ചെയ്ത് ഫണ്ട് ആ ഫാമിലിക്ക് കൊടുക്കുക, അങ്ങനെയൊക്കെ. മനസ്സിലായോ? അപ്പൊ ഒരു സ്പെസിഫിക് പർപ്പസിന് വേണ്ടിയിട്ടാണ് കൂടുതലായിട്ട് ഈ കമ്പനി ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി ഒക്കെ വരുന്നത്, അല്ലാതെ ബിസിനസ് പർപ്പസിന് കുറവാണ് ഇങ്ങനെയുള്ളത്. ഓക്കെ, ക്ലിയർ ആണോ? ബിസിനസ് പർപ്പസിന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് എപ്പോഴും കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർസ് ആയിരിക്കും. അതായത് ഒരു ഷെയർ ഓതറൈസ് ക്യാപിറ്റൽ കാണും, നമ്മൾ ഫിക്സ് ചെയ്യും. യൂഷ്വലി ഓതറൈസ് ക്യാപിറ്റൽ എന്ന് വെച്ചാൽ നമുക്ക് ഒരു പ്രൈവറ്റ് കമ്പനി ഒക്കെ ആണെങ്കിൽ 1 lakh മിനിമം ക്യാപിറ്റൽ 1 lakh മതി. 1 lakh വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ 1 lakh ആണെങ്കിൽ ഒരു 100 രൂപയായിരിക്കും ചിലപ്പോൾ ഒരു ഷെയറിന് വെക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 1000 ഷെയർസ് ഓഫ് ₹100 ഈച്ച് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർസ് സ്റ്റാർട്ട് ചെയ്യാം നമുക്ക്. ഓക്കെ, അപ്പൊ പഠിക്കുമ്പോൾ കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർസ് ഉണ്ട്, ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി ഉണ്ട്, അൺലിമിറ്റഡ് കമ്പനി ഉണ്ട്. ഈ അൺലിമിറ്റഡ് കമ്പനി നമ്മുടെ ഇന്ത്യയിൽ ഇല്ല, കാരണം നമ്മുടെ രാജ്യത്ത് അനുവദിച്ചിട്ടില്ല അൺലിമിറ്റഡ് ലയബിലിറ്റി വരാൻ വേണ്ടിയിട്ട്. ഇന്ത്യൻ കമ്പനീസ് ആക്ടിൽ ഇത് പെർമിറ്റ് ചെയ്തിട്ടില്ല. ബട്ട് ഔട്ട്സൈഡ് കൺട്രീസിൽ ഉണ്ട്, അത് അറിയാൻ വേണ്ടി മാത്രം അവർ നമുക്ക് മെറ്റീരിയൽ തന്നിട്ടുണ്ടെന്നേ ഉള്ളൂ. ഓക്കെ, പിന്നെ പാർട്ട്ണർഷിപ്പ് ഫോം ആകുമ്പോൾ അൺലിമിറ്റഡ് ലയബിലിറ്റി ആണ്. അപ്പൊ പാർട്ട്ണർഷിപ്പ് ഫോം ഇങ്ങനെ കമ്പനിയിലോട്ട് മാറുകയാണെങ്കിൽ ആ അൺലിമിറ്റഡ് ലയബിലിറ്റി എന്നുള്ള കോൺസെപ്റ്റ് മാറും. ഒരു പാർട്ട്ണർഷിപ്പ് ഫോം കമ്പനി ആയിട്ട് കൺവേർട്ട് ആവുകയാണെങ്കിൽ അവിടെ അവരുടെ അൺലിമിറ്റഡ് ലയബിലിറ്റി ഇല്ലാതാവും, കാരണം അവർ ഇന്ത്യയിലാണ് ചെയ്യുന്നതെങ്കിൽ.
അവർ ഇന്ത്യയിലാണ് ബിസിനസ് ചെയ്യുന്നതെങ്കിൽ അവർ കമ്പനി ഫോം ഓഫ് ഓർഗനൈസേഷൻ ആവുമ്പോൾ അവർക്ക് അൺലിമിറ്റഡ് ലയബിലിറ്റി എന്നുള്ളത് ഒഴിവാക്കാനായിട്ട് പറ്റും കമ്പനി ആയിട്ട് രജിസ്റ്റർ ചെയ്യുമ്പോൾ. മനസ്സിലായോ? പക്ഷെ പാർട്ട്ണർഷിപ്പിൽ ചെയ്യുമ്പോൾ അവർക്ക് റിസ്ക് ഉണ്ട്. പാർട്ട്ണർഷിപ്പിൽ ഇന്ത്യയിൽ അൺലിമിറ്റഡ് ലയബിലിറ്റി തന്നെയാണ്. എല്ലാ പാർട്ട്നേഴ്സും അവരുടെ പ്രൈവറ്റ് പ്രോപ്പർട്ടി പോലും സെയിൽ ചെയ്തിട്ട് പാർട്ട്ണർഷിപ്പ് ഫേമിന്റെ ലയബിലിറ്റി കൊടുത്തു തീർക്കേണ്ടതായിട്ട് വരും. ഓക്കെ, അപ്പൊ ആ ഒരു ഡിഫറൻസ് ഉണ്ട്. കമ്പനിയിലോട്ട് കൺവേർട്ട് ആവുമ്പോൾ ആ ഒരു അൺലിമിറ്റഡ് ലയബിലിറ്റി ഇല്ലാണ്ടാവും. ഓക്കെ, പിന്നെ നമുക്ക് ഇനി മെമ്പേഴ്സിന്റെ നമ്പർ വെച്ചിട്ടാണ് നമ്മൾ യൂഷ്വലി കമ്പനീസിനെ പബ്ലിക് പ്രൈവറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നത്. നമ്മുടെ മെയിൻ 2 ഡിവിഷൻ ആണ് ഉള്ളത്, പബ്ലിക് കമ്പനി, പ്രൈവറ്റ് കമ്പനി. മെയിൻ ഡിവിഷൻസ് ആണ് അത് രണ്ടും. പബ്ലിക് കമ്പനി എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ പബ്ലിക് സ്റ്റോക്ക് എക്സ്ചേഞ്ച് നമ്മൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. അതൊരു പ്രൈവറ്റ് കമ്പനി അല്ല, അതിന്റെ ഷെയർസ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ട്രേഡ് ചെയ്യുന്നുണ്ടായിരിക്കും. ഇനി പ്രൈവറ്റ് കമ്പനി ആണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ചിലപ്പോൾ അത് ലിസ്റ്റ് ചെയ്തിട്ടുണ്ടാവത്തില്ല. പ്രൈവറ്റ് പാർട്ടീസിന് അതിന്റെ ഷെയർസ് നമ്മൾ റിലേറ്റഡ് ആയിട്ടുള്ള പാർട്ടീസിന് മാത്രമേ കൊടുക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ഒരു പ്രൈവറ്റ് പാർട്ടി ഒരു കമ്പനി തുടങ്ങുകയാണ്, ഒരു പ്രൈവറ്റ് കമ്പനി. ഇപ്പോ നമുക്ക് സ്വന്തമായിട്ട് ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യണം. ഇതിപ്പോ പറയട്ടെ, നമുക്കിപ്പോ ലക്ഷ്യ, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കൊമേഴ്സ് ലക്ഷ്യ, അതിപ്പോ ഒരാളായിട്ട് രജിസ്റ്റർ ചെയ്ത് സ്റ്റാർട്ട് ചെയ്തതാണ്. അപ്പൊ ഇപ്പൊ അവർ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ബട്ട് അവർ ലിസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് അവരുമായിട്ട് റിലേറ്റ് ചെയ്ത ആൾക്കാർക്ക് മാത്രമേ അവരുടെ ഷെയർസ് അവർ കൊടുക്കുന്നുണ്ടായിരുന്നുള്ളൂ. ഓക്കെ, അപ്പൊ പ്രൈവറ്റ് കമ്പനി എന്ന് പറയുമ്പോഴത്തേക്കും അറ്റ്ലീസ്റ്റ് 2 ആൾക്കാരെങ്കിലും വേണം. 2 ആൾക്കാർ മിനിമം, അവർക്ക് ഡയറക്ടേഴ്സ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് 2 ആൾക്കാരെങ്കിലും വേണം. അപ്പൊ അങ്ങനെയാണ് നമുക്ക് ഒരു പ്രൈവറ്റ് കമ്പനി സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ മാക്സിമം നമുക്ക് 200 ആൾക്കാരെ പാടുള്ളൂ. ഒരു പ്രൈവറ്റ് കമ്പനി ആണെന്നുണ്ടെങ്കിൽ 200 ആൾക്കാരിൽ കൂടുതൽ നമുക്ക് പറ്റത്തില്ല. പിന്നെ ഒരു കോൺസെപ്റ്റ് നമ്മുടെ കമ്പനീസ് ആക്ട് 2013 നമുക്ക് വേണ്ടി തന്നിട്ടുള്ളതാണ് 1 പേഴ്സൺ കമ്പനി. വേണമെങ്കിൽ ഒരാൾക്ക് ഒറ്റയ്ക്ക് ഒരു കമ്പനി തുടങ്ങാം, 1 പേഴ്സൺ കമ്പനി എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ആ കമ്പനി എന്ന് പറഞ്ഞാല് സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് ആയിട്ട് ബിസിനസ് ചെയ്യുന്നതിനേക്കാളും കുറച്ചുകൂടെ സേഫ്റ്റി ആണ്, രജിസ്റ്റേർഡ് ആണ്, റെക്കഗ്നൈസ്ഡ് ആണ്. അപ്പൊ ആ റെക്കഗ്നേഷന് വേണ്ടിയിട്ടാണ് ഒരാൾ ഒറ്റയ്ക്ക് 1 പേഴ്സൺ കമ്പനി എന്ന് പറഞ്ഞിട്ട് രജിസ്റ്റർ ചെയ്ത് അയാൾക്ക് ഒരു കമ്പനി തുടങ്ങാം. അപ്പൊ ഒരു 1 പേഴ്സൺ കമ്പനി തുടങ്ങണമെങ്കിൽ കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. അയാൾ ഒരു നാച്ചുറൽ പേഴ്സൺ ആയിരിക്കണം. ഒരിക്കലും ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം. ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആവരുത്, നാച്ചുറൽ പേഴ്സൺ ആയിരിക്കണം, ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം. പിന്നെ ഇന്ത്യയിൽ റെസിഡന്റ് ആയിരിക്കണം. റെസിഡന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഇന്ത്യയിൽ തന്നെ ഉണ്ടാവണം. നമുക്ക് കണ്ടീഷൻസ് പറയുന്നുണ്ട് ഇൻകം ടാക്സ് ആക്ടിൽ ഒരാൾ എപ്പോഴാ റെസിഡന്റ് ആവുന്നതെന്നൊക്കെ. അതൊന്നും നമുക്ക് പഠിക്കണ്ട. പക്ഷെ റെസിഡന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടുമിക്ക ടൈമും ഇന്ത്യയിൽ ഉണ്ടാവണം, ഇന്ത്യയിൽ താമസിക്കുന്നുണ്ടാവണം അയാൾ. എന്നാൽ മാത്രമേ അയാളെ റെസിഡന്റ് എന്ന് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. അങ്ങനെയുള്ള ആൾക്ക് മാത്രമേ 1 പേഴ്സൺ കമ്പനി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ നമുക്ക് ചെയ്യുമ്പോൾ നോൺ ബാങ്കിങ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ആയിരിക്കണം. ബാങ്കിങ് കമ്പനി നമുക്ക് 1 പേഴ്സൺ കമ്പനി ആയിട്ട് തുടങ്ങാൻ പറ്റത്തില്ല. ബാങ്കിങ് ആക്ടിവിറ്റി ചെയ്യാൻ പാടില്ല. പിന്നെ ഉള്ളത് ഷെയർ ക്യാപിറ്റൽ. 50 ലക്ഷത്തിൽ കൂടുതൽ ഷെയർ ക്യാപിറ്റൽ വരുവാണെങ്കിൽ ഒരിക്കലും നമുക്ക് 1 പേഴ്സൺ കമ്പനി ആയിട്ട് രജിസ്റ്റർ ചെയ്യാൻ പറ്റത്തില്ല. മാക്സിമം ഒരു 1 പേഴ്സൺ കമ്പനിക്ക് 50 ലാക്സേ വരാവുള്ളൂ. ഇനി ടേൺ ഓവർ, നമ്മളൊരു 1 പേഴ്സൺ കമ്പനി ആണെങ്കിൽ നമ്മുടെ ടേൺ ഓവർ 2 കോടിക്ക് മേലെ പോകാൻ പാടില്ല. ആവറേജ് ആനുവൽ ടേൺ ഓവർ ഒരിക്കലും 2 crore മേലെ പോകാൻ പാടില്ല. അത് ലാസ്റ്റ് 3 years എടുക്കുമ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കണം. ലാസ്റ്റ് 3 yearsന്റെ ടേൺ ഓവർ എടുക്കുമ്പോഴും അത് 2 crore അബവ് ആവാനായിട്ട് പാടില്ല. എന്നാൽ മാത്രമേ നമുക്കൊരു 1 പേഴ്സൺ കമ്പനി ആയിട്ട് രജിസ്റ്റർ ചെയ്യാൻ പറ്റും നമ്മുടെ കമ്പനിയെ. മെയിൻലി 3 ടൈപ്പാണ്: പ്രൈവറ്റ് കമ്പനി, പബ്ലിക് കമ്പനി ആൻഡ് 1 പേഴ്സൺ കമ്പനി. ഓക്കെ, അപ്പൊ ഇത്രയാണ് വരുന്നത്. ഇതെല്ലാം തിയറി പോർഷനാണ്. നമ്മൾ അറിഞ്ഞിരുന്നാൽ മാത്രം മതി. അക്കൗണ്ട്സിൽ നമുക്ക് തിയറി ക്വസ്റ്റ്യൻസ് ഭയങ്കര കുറവായിരുന്നു ഇതുമായിട്ട് റിലേറ്റ് ചെയ്തൊക്കെ. ഇനി ഷെയർ ക്യാപിറ്റൽ. ഇപ്പം പ്രൈവറ്റ് കമ്പനിയുടെ ഷെയർ റിലേറ്റഡ് മെമ്പേഴ്സ് മാത്രമേ കാണിച്ചു വേണ്ടത്. അതെ അതെ അതെ. അപ്പം പൊട്ടൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് കാണിച്ചു പോയത് അവര് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ അവർ IPO, ഇനിഷ്യൽ പബ്ലിക് ഓഫർ അവർ സ്റ്റാർട്ട് ചെയ്യും പതുക്കെ. അവർക്ക് നല്ല പൊട്ടൻഷ്യൽ ഇൻവെസ്റ്റേഴ്സ് ഉണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും, അവരെ ഷെയർ പതുക്കെ ലിസ്റ്റ് ചെയ്യാനായിട്ട് തുടങ്ങും. അപ്പൊ ലിസ്റ്റ് ചെയ്യുന്നതിന് കുറെ പ്രൊസീജിയർ കംപ്ലയൻസ് എല്ലാം ഉണ്ട്. അപ്പൊ അതെല്ലാം ചെയ്ത് പതുക്കെ അവർ ലിസ്റ്റ് ചെയ്യും. അവരൊരിക്കൽ ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർ പബ്ലിക് കമ്പനി ആയിട്ട് മാറും. പിന്നെ അവർക്ക് എത്ര ഫണ്ട് വേണേലും ഇൻവെസ്റ്റേഴ്സിൽ നിന്ന് റൈസ് ചെയ്തെടുക്കാൻ പറ്റും. മനസ്സിലായോ? നമ്മൾ തുടങ്ങി കുറച്ച് നാള് ഒന്ന് ഒരു കമ്പനി ഒന്ന് ഗ്രോ ആയി വരുന്ന ലെവൽ വരെ അത് പ്രൈവറ്റിൽ ഇങ്ങനെ നിൽക്കുന്നുള്ളൂ. അത് കഴിഞ്ഞാൽ പതുക്കെ അവർ ലിസ്റ്റിങ്ങിലോട്ടൊക്കെ പോവും. ഓക്കെ, പിന്നെ റെസ്ട്രിക്ഷൻസും ഷെയർ ട്രാൻസ്ഫർ റെസ്ട്രിക്ഷനും കാര്യങ്ങളൊന്നും അവിടെ വരുന്നില്ല.
ഓക്കെ, ശരി. ഇനി നമുക്ക് ഷെയർ ക്യാപിറ്റൽ ഓഫ് എ കമ്പനി, ഒരു കമ്പനിയുടെ ഷെയർ ക്യാപിറ്റൽ. ഓക്കെ, ഷെയർ ക്യാപിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കോമൺ ക്യാപിറ്റൽ, അതായത് ഫുൾ ആയിട്ട് നമുക്ക് മൊത്തം ക്യാപിറ്റൽ എന്ന പേരിൽ, ഷെയർ ക്യാപിറ്റൽ എന്നുള്ള പേര് നമുക്ക് എത്ര ഫണ്ട് റൈസ് ചെയ്യാൻ പറ്റും, അതിനെയാണ് നമ്മൾ ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ക്യാപിറ്റൽ എന്നുള്ള പേരിൽ നമ്മൾ റൈസ് ചെയ്യുന്ന ഫണ്ടാണത്. അപ്പോൾ അത് പല കാറ്റഗറി ഉണ്ട്. നമ്മുടെ ഷെയർ ക്യാപിറ്റലിനെ നമ്മൾ പല കാറ്റഗറി ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഷെയർ ക്യാപിറ്റൽ, അപ്പൊ നമ്മുടെ മെയിൻ ഹെഡ് ഷെയർ ക്യാപിറ്റലാ. അതിനകത്ത് ഫസ്റ്റ് വരുന്നതാണ് ഓതറൈസ്ഡ് ക്യാപിറ്റൽ. ഓതറൈസ്ഡ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ഇതാണ് മാക്സിമം എമൗണ്ട് ഒരു കമ്പനിക്ക് റേസ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം എമൗണ്ട്. കാരണം അവരുടെ മെമ്മോറാണ്ടത്തിൽ പറഞ്ഞിട്ടുണ്ടായിരിക്കും മാക്സിമം നിങ്ങളുടെ ഓതറൈസ് ക്യാപിറ്റൽ ഇത്ര എമൗണ്ട്. അതിപ്പോ 5 lakhs ആവാം, 10 lakhs ആവാം, 1 crore ആവാം. എത്രയാണോ നമ്മൾ നമ്മുടെ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനിൽ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന എമൗണ്ട്, അതിനെയാണ് നമ്മൾ ഓതറൈസ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് ഫുള്ളും നമ്മൾ ഒറ്റയടിക്ക് ഇഷ്യൂ ചെയ്യത്തില്ല. നമ്മളെ റിക്വയർമെന്റ് അനുസരിച്ച് കുറേശ്ശെ നമ്മൾ ഇഷ്യൂ ചെയ്യത്തുള്ളൂ. കുറേശ്ശെ നമ്മൾ ഫണ്ട് റേസ് ചെയ്യത്തുള്ളൂ. ഷെയർസ് കുറേശ്ശെ ആയിട്ടായിരിക്കും ഇഷ്യൂ ചെയ്യുന്നത്. അപ്പൊ അടുത്തതാണ് ഇഷ്യൂഡ് ക്യാപിറ്റൽ. ഇഷ്യൂഡ് ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ ഇപ്പൊ ഓതറൈസ് നമുക്ക് 5,000 ഉണ്ടെന്ന് വിചാരിച്ചോളൂ. 5,000 ഷെയർസ് ഉണ്ട്. അതിൽ ചിലപ്പോൾ നമ്മളെ റിക്വയർമെന്റ് അനുസരിച്ച് ഒരു 2,000 മാത്രമായിരിക്കും ഇഷ്യൂ ചെയ്യുന്നത്. 2,000 ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നുള്ളായിരിക്കും. അത്രയും മതിയായിരിക്കും നമുക്ക് ഫണ്ട്. അപ്പൊ ഇഷ്യൂഡ് ക്യാപിറ്റൽ എന്ന് വെച്ചാൽ ഔട്ട് ഓഫ് ദി ഓതറൈസ് ക്യാപിറ്റൽ നമുക്ക് എത്ര എമൗണ്ട് ആണ് പബ്ലിക് സബ്സ്ക്രിപ്ഷന് വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്നത്. ഒരു പ്രാവശ്യം നമ്മൾ പബ്ലിക്കിന് സബ്സ്ക്രിപ്ഷന് വേണ്ടിയിട്ട് ഇഷ്യൂ ചെയ്യുന്ന എമൗണ്ട് എത്രയാണോ അതിനെയാണ് നമ്മൾ ഇഷ്യൂഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ബാക്കി പോർഷനെ നമ്മൾ പബ്ലിക്കിന് കൊടുക്കാത്ത പോർഷനെ നമ്മൾ പറയും അൺഇഷ്യൂഡ് ക്യാപിറ്റൽ എന്ന് പറയും. അത് ആ ഓതറൈസ് ക്യാപിറ്റലിൽ തന്നെ കിടക്കും. അൺഇഷ്യൂഡ് പോർഷൻ, അൺഇഷ്യൂഡ് ക്യാപിറ്റൽ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് പിന്നെ വരുന്നതാണ് സബ്സ്ക്രൈബ്ഡ്. നമ്മൾ ഇഷ്യൂ ചെയ്തത് മുഴുവനും ആൾക്കാർ വാങ്ങണമെന്നില്ല. ഈ 2,000 ഇഷ്യൂ ചെയ്തെങ്കിൽ നമുക്കൊരു 95% അല്ലെങ്കിൽ 90% സബ്സ്ക്രിപ്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഓക്കെ ആണ്. നമുക്കത് നമ്മൾ പബ്ലിക് ഇഷ്യൂ നടത്താം, കുഴപ്പമില്ല. പക്ഷെ മിനിമം സബ്സ്ക്രിപ്ഷൻ ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം എന്നറിയാം, ഫുൾ എമൗണ്ട് റീഫണ്ട് കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് ഇവരെന്ത് ചെയ്യുന്ന വെച്ചാല് മാക്സിമം ഫുൾ സബ്സ്ക്രിപ്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നോക്കും. അല്ലെങ്കിൽ ഒരു എബവ് 95%, അപ്പൊ 1,900 ഷെയർസ് എങ്കിലും ആൾക്കാർ വാങ്ങിച്ചിരിക്കും നല്ലൊരു കമ്പനി ആണെങ്കിൽ. അപ്പൊ നമ്മുടെ സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഇഷ്യൂ ചെയ്തതിനകത്ത് എത്ര പബ്ലിക് വാങ്ങിച്ചു അതിനെയാണ് നമ്മൾ സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ചിലപ്പോൾ ഫുള്ളും വാങ്ങും. നമ്മുടെ കമ്പനിയുടെ ക്രെഡിബിലിറ്റി അനുസരിച്ചാണ് ആ ഒരു സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ എപ്പോഴും വരുന്നത്. അപ്പോൾ സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ നമ്മൾ ഇഷ്യൂ ചെയ്തതിനകത്തുനിന്ന് പബ്ലിക് എത്ര മേടിച്ചിട്ടുണ്ട്, എത്ര സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്, അതാണ് സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ. അത് ചിലപ്പം ഈക്വൽ ടു അല്ലെങ്കിൽ ലെസ് ദാൻ ദി ഇഷ്യൂഡ് ക്യാപിറ്റൽ ആയിരിക്കും. ഒരിക്കലും കൂടത്തില്ല, ഇഷ്യൂഡ് ക്യാപിറ്റലിനെ കൂടത്തില്ല. ഒന്നുകിൽ ഈക്വൽ ടു അല്ലെങ്കിൽ ലെസ് ദാൻ ഇഷ്യൂഡ് ക്യാപിറ്റൽ ആയിരിക്കും. ഇനി നമ്മുടെ കമ്പനി ഇനിയിപ്പോ എന്ത് ചെയ്യും, ഈ സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാർക്ക് ഷെയർസ് നമ്മൾ അലോട്ട് ചെയ്ത് കൊടുക്കും. ഈ വാങ്ങിച്ച ആൾക്കാർ നമുക്ക് ഷെയർസ് നമുക്ക് അലോട്ട് ചെയ്ത് കൊടുക്കണം, വാങ്ങിയ ആൾക്കാർക്ക്. അപ്പൊ അലോട്ട് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും നമ്മൾ എത്ര ഷെയർ ആൾക്കാർ വാങ്ങിയോ അവർക്ക് മാത്രമേ നമ്മൾ ഷെയർസ് അലോട്ട് ചെയ്ത് കൊടുക്കേണ്ട കാര്യമുള്ളൂ. അപ്പൊ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്ത ഷെയർസ് ഓരോ ഷെയർ ഹോൾഡേഴ്സിന്റെ പേരിലായിട്ട് ഇങ്ങനെ അലോട്ട് ചെയ്ത് കൊടുക്കും. പിന്നെ വരുന്ന സ്പ്ലിറ്റ് അപ്പ് ആണ് കോൾഡ് അപ്പ് ക്യാപിറ്റൽ. ഈ കോൾഡ് അപ്പ് ക്യാപിറ്റൽ എന്തോന്ന് പറയുന്നത്, നമുക്കിപ്പം ഒരു ഷെയറിന്റെ ഫേസ് വാല്യൂ എന്ന് പറയുന്നത് ചിലപ്പോൾ 10 rupees ആയിരിക്കും. ഒരു ഷെയറിന്റെ ഫേസ് വാല്യൂ 10 rupees ആയിരിക്കും. കമ്പനി ചിലപ്പം അത് ആപ്ലിക്കേഷനിൽ 3 rupees, അലോട്ട്മെന്റിൽ 5 rupees, കോളില് 3 rupees, അങ്ങനെ പാർട്ട് ബൈ പാർട്ടായിട്ട് ചെറിയ എമൗണ്ടുകളായിട്ടായിരിക്കും കളക്ട് ചെയ്തെടുക്കുന്നത്. അപ്പൊ ആദ്യം ചിലപ്പം ഒരു ആപ്ലിക്കേഷനിൽ ഒരു 3 rupees കളക്ട് ചെയ്തു, പിന്നെ അലോട്ട്മെന്റിൽ ഒരു 7 rupees കളക്ട് ചെയ്തു. അങ്ങനെ സ്റ്റേജ് ബൈ സ്റ്റേജ് ആയിട്ടാണ് കളക്ട് ചെയ്യുന്നത്. അപ്പൊ എത്ര വരെ കമ്പനി ക്യാപിറ്റൽ കളക്ട് ചെയ്തിട്ടുണ്ട്, എത്ര വരെ കോൾ ചെയ്തിട്ടുണ്ട്, അപ്പൊ അതിനെയാണ് നമ്മൾ കോൾഡ് അപ്പ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. മനസ്സിലായോ? ദ എമൗണ്ട് ഓഫ് മണി ദ കമ്പനി ആസ് ദ ഷെയർ ഹോൾഡേഴ്സ് ടു പേ. അവര് വാങ്ങിച്ചിട്ടുള്ള ഷെയർസിന്റെ എത്ര എമൗണ്ട് അവരോട് അടയ്ക്കാൻ പറയുന്ന കമ്പനി, അതിനെയാണ്. ഇപ്പൊ 10 രൂപയാണ് ടോട്ടൽ വാല്യൂങ്കിൽ ചിലപ്പോൾ 7 rupees നമ്മൾ കോൾ വിളിച്ചിട്ടുണ്ടാവത്തുള്ളൂ. അപ്പൊ ആ 7 rupeesനെ നമ്മൾ കോൾഡ് അപ്പ് വാല്യൂ എന്ന് പറയാം. ഓക്കെ, എത്രയാണോ കമ്പനി കളക്ട് ചെയ്യുന്നത് ആ എമൗണ്ട്. ഇനി പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ. പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ നമ്മൾ കമ്പനി കോൾ ചെയ്തു, പക്ഷെ ആളുകൾ പൈസ തരണമല്ലോ. അപ്പൊ ആ കോൾ ചെയ്ത പോർഷനകത്തുനിന്ന് എത്ര നമുക്ക് എമൗണ്ട് ഷെയർ ഹോൾഡേഴ്സിൽ നിന്ന് റിസീവ് ചെയ്തു. ചിലപ്പോൾ ചില ആൾക്കാർ തരാണ്ടിരിക്കും, മനസ്സിലായോ? നമ്മൾ കോൾ വിളിച്ചാലും ചിലപ്പോൾ കിട്ടത്തില്ല.
അപ്പോൾ അങ്ങനെ കിട്ടാണ്ടിരിക്കുന്ന പോർഷൻ മാറ്റിയിട്ട് നമുക്ക് മൊത്തം നമ്മൾ കോൾ ചെയ്തതിനകത്ത് എത്ര എമൗണ്ട് നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റി, ആക്ച്വൽ എമൗണ്ട് റിസീവ്ഡ്. അപ്പൊ അതിനെയാണ് നമ്മൾ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അപ്പൊ അതായിരിക്കും നമുക്ക് ആക്ച്വലി കളക്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവുക. അത് എങ്ങനെ കണ്ടുപിടിക്കുന്ന വെച്ചാൽ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് കോൾഡ് അപ്പ് ക്യാപിറ്റലിൽ നിന്ന് അരിയേഴ്സ്, കോൾസ് ഇൻ അരിയർ എന്ന് പറഞ്ഞാൽ നമ്മൾ കോൾ ചെയ്തിട്ട് കിട്ടാത്തത്, കോൾസ് ഇൻ അരിയേഴ്സ് മാറ്റുമ്പോൾ ഉള്ളത് നമ്മളെ ഫുള്ള് ക്യാപിറ്റലിനകത്ത് നിന്ന് ഫുൾ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് നമ്മുടെ കമ്പനി കോൾ വിളിക്കുമല്ലോ, കോൾഡ് അപ്പ് ക്യാപിറ്റൽ എത്രയാണോ അതിനകത്തുനിന്ന് അരിയേഴ്സ് മൈനസ് ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ, അപ്പൊ നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഇത് ക്ലിയർ ആവും. നമുക്കിപ്പോ കോൾഡ് അപ്പ് ക്യാപിറ്റൽ ഇപ്പൊ ഒരു കാര്യം ചെയ്യാൻ വേണമെങ്കിൽ ഇപ്പൊ 1000 ഷെയർസ് ഉണ്ടെന്ന് വിചാരിച്ചോ, 1000 ഷെയർസ് ഓഫ് ₹10 ഈച്ച്, ഓഫ് ₹10 ഈച്ച്. ഇതിൽ നമുക്ക് ചിലപ്പോൾ കോൾ ചെയ്തിട്ടുള്ളത് 1000 ഷെയർസ് ഓഫ് ₹7 വരെ കോൾ ചെയ്തിട്ടുണ്ടാവത്തുള്ളൂ. ഈ 1000 ഷെയർസിന്റെ 7 രൂപ വെച്ചത് 7000 വരെ നമ്മൾ ചിലപ്പോൾ കോൾ ചെയ്തിട്ടുണ്ടാവത്തുള്ളൂ. അപ്പൊ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ നോക്കുമ്പോൾ നമുക്ക് പറയാൻ നോക്കുമ്പോൾ 7000 വരെ നമ്മൾ കോൾ ചെയ്തിട്ടുണ്ടെങ്കിലും ചിലപ്പോൾ ഈ 1000 ഒരു 100 ഷെയർസ് നമുക്ക് പൈസ തരുന്നില്ല. 100 ഷെയർസ് ഡീഫോൾട്ട് ആണ്, പൈസ തന്നിട്ടില്ല. മനസ്സിലായോ? ആ പൈസ തരാത്തവരെയാണ് നമ്മൾ കോൾസ് ഇൻ അരിയർ എന്ന് പറയുക. നമ്മൾ കോള് വിളിച്ചിട്ടും പൈസ തരാത്തവരെയാണ് നമ്മൾ കോൾസ് ഇൻ അരിയർ എന്ന് പറയും. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ അതിൽ നിന്ന് മാറ്റണം. അപ്പൊ ആ 100 ഷെയർസിന്റെ പൈസ നമുക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ ആ 100 ഷെയർസ് ഇൻറ്റു ₹7 നമ്മൾ അതിൽ നിന്ന് മാറ്റിയിട്ട് ബാലൻസ് ആണ് നമ്മുടെ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ. ഓക്കെ, ആ കാൽക്കുലേഷൻ നമ്മൾ ചെയ്യും. അപ്പൊ അത് കുറച്ചുകൂടെ ക്ലിയർ ആവും. ഇനി അൺകോൾഡ് ക്യാപിറ്റൽ എന്ന് വെച്ചാല് കമ്പനി ചിലപ്പോ എന്താ കോള് വിളിക്കാത്ത പോർഷൻ, ഇപ്പൊ ₹10 ഷെയർ ആണ്, ആപ്ലിക്കേഷനിൽ ചിലപ്പം ₹3 കളക്ട് ചെയ്തു, അലോട്ട്മെന്റിൽ ₹5 കളക്ട് ചെയ്തു, അലോട്ട്മെന്റിൽ ₹5 കളക്ട് ചെയ്യുന്നു, പക്ഷെ കോള് വിളിച്ചിട്ടില്ല. മാക്സിമം നമ്മൾ ഇത്രേ ചെയ്തിട്ടുള്ളൂ, 5ഉം 3ഉം മൊത്തം ₹8 വാങ്ങിയിട്ടുള്ളൂ, കോൾ ഒന്നും വിളിച്ചിട്ടില്ല. കോള് വിളിക്കാൻ ₹2 ഇനി ബാക്കിയുള്ളത്, ബട്ട് ആ കോള് വിളിച്ചിട്ടില്ല. അപ്പൊ അങ്ങനെ കമ്പനി കോള് ചെയ്യാതിരിക്കുന്ന പോർഷനെയാണ് നമ്മൾ അൺകോൾഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഓക്കെ, അത് ഇഷ്യൂ ചെയ്തിട്ടുണ്ടായിരിക്കും, ബട്ട് ആപ്ലിക്കേഷന്റെ അലോട്ട്മെന്റ് മണിയും കളക്ട് ചെയ്തിട്ട് കോള് വിളിക്കാണ്ട് നമ്മൾ വെയിറ്റ് ചെയ്യുക. അങ്ങനെയുള്ളതാണ് അൺകോൾഡ് ക്യാപിറ്റൽ. ഓക്കെ, ഇനി അൺകോൾഡ് ക്യാപിറ്റൽ. ഇനി റിസർവ് ക്യാപിറ്റൽ. റിസർവ് ക്യാപിറ്റൽ എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ഓതറൈസ്ഡ് ക്യാപിറ്റലിൽ നിന്ന് നമ്മൾ കുറച്ച് എമൗണ്ട് മാറ്റി വെക്കും. അതായത് എപ്പോഴെങ്കിലും എന്തെങ്കിലും എമർജൻസി വരുമ്പോൾ നമുക്കത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ കമ്പനി വൈൻഡ് അപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്കെടുത്ത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്, അങ്ങനെ നമ്മൾ ക്യാപിറ്റലിന്റെ ഒരു പോർഷൻ എടുത്ത് മാറ്റി വെക്കുക. അപ്പൊ അതിനെയാണ് നമ്മൾ പറയുന്നത് റിസർവ് ക്യാപിറ്റൽ എന്ന്. ഓക്കെ, ഇപ്പം ഓതറൈസ് ഷെയർ ക്യാപിറ്റൽ 5 ലക്ഷം ഉണ്ടെന്ന് വിചാരിച്ചോളൂ. ആ 5 ലക്ഷത്തിൽ ചിലപ്പോൾ എന്ത് ചെയ്യുക, നമ്മൾ 1 ലാക്ക് ഓൾറെഡി ഒരു റിസർവ് പോലെ അങ്ങ് മാറ്റി വെക്കും. വൈൻഡ് അപ്പിന്റെ സമയത്ത് നമ്മൾ ആ 1 ലാക്ക് വിളിക്കത്തുള്ളൂ. 1 ലാക്ക് ഷെയർസ് അല്ലെങ്കിൽ ₹1 ലാക്ക് എങ്ങനെയാന്ന് വെച്ചാൽ അങ്ങനെ. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ തന്നെ എഴുതാം, 5 ലാക്ക് ഷെയർസ് ആണ് നമ്മുടെ ഓതറൈസ് ക്യാപിറ്റൽ ഉള്ളത്, 5 ലാക്ക് ഷെയർസ്. അപ്പൊ ആ 5 ലാക്ക് ഷെയർസിൽ 1 ലാക്ക് ഷെയർസ് നമ്മൾ മാറ്റി വെച്ചിരിക്കുകയാണ് അൺഇഷ്യൂഡ് ആയിട്ട്, റിസർവ് ആയിട്ട്, വൈൻഡിങ് അപ്പിന്റെ സമയത്ത് എടുക്കാൻ വേണ്ടി. പിന്നെ ബാക്കി 4 ലാക്ക് ഷെയർസ് ആയിരിക്കും നമ്മൾ ഇഷ്യൂ ചെയ്യുന്നുള്ളൂ, 4 ലാക്ക് ഷെയർസേ നമ്മൾ ഇഷ്യൂ ചെയ്യുന്നുള്ളൂ. അതിൽ ചിലപ്പോൾ 3,95,000 പബ്ലിക് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടായിരിക്കും. പബ്ലിക് അത്രയും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവുള്ളൂ, ബാക്കി ആളുകൾ വാങ്ങിയിട്ടുണ്ടാകത്തില്ല. പിന്നെ സബ്സ്ക്രൈബ്ഡ് ആൻഡ് ഫുള്ളി പെയ്ഡ് അപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാർ ഫുള്ള് പൈസ തന്നവര്, അത് ചിലപ്പോൾ പിന്നെയും കുറയും, ഒരു 3,50,000 കാണത്തുള്ളൂ. ചില ആൾക്കാർ നമുക്ക് പൈസ തരാണ്ടേയിരിക്കും. അപ്പൊ അങ്ങനെ വരും. പിന്നെ സബ്സ്ക്രൈബ് നോട്ട് ഫുള്ളി പെയ്ഡ് അപ്പ്. സബ്സ്ക്രൈബ് നോട്ട് ഫുള്ളി പെയ്ഡ് അപ്പ് എന്ന് പറയുമ്പോഴത്തേക്കും സബ്സ്ക്രൈബ് ചെയ്തു ബട്ട് പൈസ ഫുള്ളായിട്ട് തരാത്ത ആൾക്കാർ എത്ര പേര്, അതും കൂടി നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് കാണിക്കണം. ഓക്കെ, അപ്പൊ ഇതെല്ലാം നമുക്ക് കാൽക്കുലേഷനിൽ വരും, ഇത് കുഴപ്പമില്ല. റിസർവ് ക്യാപിറ്റൽ എന്താന്ന് മനസ്സിലായല്ലോ? വൈൻഡിങ് അപ്പിന്റെ സമയത്ത് നമ്മൾ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുന്ന. ഓക്കെ, അതായത് കണ്ടോ, ഇതാണ് നമ്മളെ കറക്റ്റ് പ്രസന്റേഷൻ. ഇതിനകത്ത് ഇപ്പൊ ഇവിടെ ഓതറൈസ്ഡ് ഓർ രജിസ്റ്റേർഡ് ക്യാപിറ്റൽ, അതാ നമ്മൾ ആദ്യം കാണിക്കുക. 4 ലാക്ക് ഷെയർസ് ഓഫ് ₹10 ഈച്ച്, അത് നമ്മുടെ ഓതറൈസ്ഡ് ക്യാപിറ്റൽ. മാക്സിമം കമ്പനിക്ക് കളക്ട് ചെയ്യാൻ അധികാരമുള്ള എമൗണ്ട് എന്ന് പറയുന്നത് ഈ 40 ലാക്സ് ആണ്. ഇനി ഇഷ്യൂഡ് ക്യാപിറ്റൽ എന്ന് വെച്ചാൽ ഔട്ട് ഓഫ് ദിസ് 4 ലാക്ക് നമ്മുടെ കമ്പനി പബ്ലിക്കിന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി 2 ലാക്ക് ഷെയർസ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ 2 ലാക്ക് ഷെയർസ് ഓഫ് ₹10 ഈച്ച് ആണ് നമ്മൾ ഇഷ്യൂ ചെയ്തേക്കുന്നത്. അപ്പൊ ഇതിനെ രണ്ടിനെ നമ്മൾ വെറുതെ ഡബിൾ ലൈൻ ചെയ്ത് വെക്കത്തേ ഉള്ളൂ, കാൽക്കുലേഷൻ ഒന്നിനും എടുക്കത്തില്ല.
ഓതറൈസ് ക്യാപിറ്റലും ഇഷ്യൂഡ് ക്യാപിറ്റലും. ഇനി അടുത്ത ഹെഡിങ് ആണ് നോട്ട്സ് ടു അക്കൗണ്ട്സിൽ കൊടുക്കേണ്ട സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ. സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റല് നമുക്ക് ആ 2 lakh നമ്മൾ ഇഷ്യൂ ചെയ്തത് നമുക്ക് എഴുതാം. 2 lakh ഷെയർസ് ഓഫ് ₹10 ഈച്ച് ആണ് നമ്മൾ ഇഷ്യൂ ചെയ്തേക്കുന്നത്. അപ്പൊ അതിൽ എത്ര വാല്യൂ കോൾ ചെയ്തു എന്നുള്ളത് നമ്മുടെ ക്വസ്റ്റിന് തന്നിട്ടുണ്ടായിരിക്കും. അപ്പൊ ഇവിടെ ₹8 കോൾഡ്, 8 വരെയുള്ള കോളെ വിളിച്ചിട്ടുള്ളൂ. 8 rupees കമ്പനി കളക്ട് ചെയ്ത് എടുത്തിട്ടുള്ളൂ ഇതുവരെ. 2 രൂപയ്ക്ക് ഇതുവരെ അവർ ആവശ്യപ്പെട്ടിട്ടില്ല. അപ്പൊ 8 rupees ആണ് കോൾഡ് അപ്പ്. അങ്ങനെ ആവുമ്പോൾ 2 lakh into 8, 2 lakh ഷെയർസ് into 8 rupees, അപ്പൊ 16 lakh. 16 lakh ആണ് ഫുൾ ആയിട്ട് നമുക്കിപ്പോ കോൾ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതിൽ അരിയേഴ്സ് ഉണ്ട്, കാരണം ഇവിടെ നമുക്ക് കിട്ടാത്ത പോർഷൻ. അതുകൊണ്ട് ഇവിടെ കമ്പനി ഡിഡ് നോട്ട് മേക്ക് ദ ഫൈനൽ കോൾ. റിസീവ്ഡ് എമൗണ്ട് 2000 ഷെയർസ് വെയർ കോൾ ഹാസ് നോട്ട് ബീൻ റിസീവ്ഡ്. നമുക്ക് തന്ന ക്വസ്റ്റ്യനിൽ തന്നെ പറയുന്നുണ്ട് ഇവിടെ ഒരു അരിയർ ഉള്ള കാര്യം. ഇതൊരു എക്സാമ്പിളാ. അപ്പൊ ഇതിനകത്ത് ഒരു 2000 ഷെയർസിന്റെ പൈസ ഒഴിച്ച് ബാക്കി ഫുള്ള് കിട്ടി എന്നാണ് നമ്മളോട് പറഞ്ഞേക്കുന്നത്. അപ്പൊ സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റലിനകത്ത് 2 lakh ഷെയർസ് ഉണ്ട്. ബട്ട് അതില് ഒരു 2000 ഷെയർസിന്റെ പൈസ നമുക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളത് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. 2000 ഷെയർസിന്റെ. അപ്പൊ ആ 2000 ഷെയർസിൻ്റെത് കിട്ടാത്ത എമൗണ്ട് അത് നമ്മൾ അരിയർ ആയിട്ട് കാണിക്കണം. അതിന്റെ എമൗണ്ട് നമുക്ക് റിസീവ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അരിയർ ആയിട്ട് കാണിക്കണം. അപ്പൊ ആപ്ലിക്കേഷൻ മണി 3 rupees ഓൺ അലോട്ട്മെന്റ് 3. അപ്പൊ ഇങ്ങനെ അരിയറിൽ എത്രയാണോ കിട്ടാത്തത് ആ എമൗണ്ട് ആണ് നമ്മളിവിടെ കാണിക്കേണ്ടത്. ഓക്കെ, അപ്പം ഇത് ഈ സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റലിന്റെ പോർഷൻ മനസ്സിലാവണമെങ്കിൽ നമുക്ക് ഇത് ഫുൾ ആയിട്ട് വായിച്ചാലേ പറ്റത്തുള്ളൂ. അത് ഞാൻ പറഞ്ഞുതരാം. ഇവിടെ നമുക്ക് ലെറ്റ് us take the following example and show how the share capital will be shown in the balance sheet. Sunrise Limited, New Delhi has registered its capital as 40 lakhs divided into 4 lakh shares of 10 each. അതാണല്ലോ നമ്മൾ എഴുതിയത് ഓതറൈസ് ക്യാപിറ്റൽ ആയിട്ട്. ഓക്കെ, അത് നമുക്ക് ക്ലിയർ ആയി. ഇനി ദ കമ്പനി ഓഫേർഡ് ടു ദ പബ്ലിക് ഫോർ സബ്സ്ക്രിപ്ഷൻ 2 lakh shares of 10 each. അതായത് പബ്ലിക് ഇഷ്യൂ, അതായത് ഇഷ്യൂഡ് ക്യാപിറ്റൽ അതും തന്നിട്ടുണ്ട്. 2 lakh shares of ₹10 each. മനസ്സിലായല്ലോ? അത് നമുക്ക് എഴുതാമല്ലോ. അത് രണ്ടും ഓക്കെ അല്ലേ? ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഇനി ഇതിന്റെ പേയ്മെന്റ് കളക്ഷൻ എങ്ങനെയാണെന്നുള്ളത്, ഈ 2 lakh shares of ₹10 each നമുക്ക് കളക്ട് ചെയ്യുന്ന രീതിയാണ് കൊടുത്തേക്കുന്നത്. ആദ്യം 2 rupees ആപ്ലിക്കേഷൻ മണി നമ്മൾ കളക്ട് ചെയ്യും, പിന്നെ 3 rupees അലോട്ട്മെന്റിൽ കളക്ട് ചെയ്യും, പിന്നെ ഫസ്റ്റ് കോളിൽ 3 rupees, ബാലൻസ് ഫൈനൽ കോൾ. അപ്പൊ അങ്ങനെ 2, 3, 3, പിന്നെ ബാലൻസ് വരുന്നത് 2 rupees കൂടെ ഉള്ളു. അത് ഫൈനൽ കോളിൽ കളക്ട് ചെയ്യും. അപ്പൊ അങ്ങനെയാണ് കളക്ട് ചെയ്യാൻ പോകുന്നത്. എപ്പോഴും ഈ ഓർഡർ ഇങ്ങനെ ആയിരിക്കും കേട്ടോ. ആദ്യം ആപ്ലിക്കേഷൻ, പിന്നെ അലോട്ട്മെന്റ്, പിന്നെ ഫസ്റ്റ് കോള്, പിന്നെ എത്ര കോൾ ഉണ്ടോ, സെക്കൻഡ് കോൾ ഉണ്ടെങ്കിൽ അങ്ങനെ, പിന്നെ തേർഡ് കോൾ ഉണ്ടെങ്കിൽ അങ്ങനെ. മാക്സിമം തേർഡ് കോൾ വരെയൊക്കെ അല്ലെങ്കിൽ സെക്കൻഡ് കോൾ വരെയൊക്കെ വരത്തുള്ളൂ. ഈ ഓർഡർ നമ്മൾ എപ്പോഴും ഫോളോ ചെയ്യും. ആദ്യം ആപ്ലിക്കേഷൻ, പിന്നെ അലോട്ട്മെന്റ്, പിന്നെ ഫസ്റ്റ് കോൾ, പിന്നെ ഫൈനൽ കോൾ. ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ അല്ലെങ്കിൽ സെക്കൻഡ് ആൻഡ് ഫൈനൽ കോൾ അങ്ങനെ. അപ്പൊ കമ്പനിക്ക് ആപ്ലിക്കേഷൻസ് വന്നു. ഇവിടെ നമ്മൾ 2 lakh അല്ലേ കൊടുത്തിട്ടുള്ളൂ, മൊത്തം 2 lakh അല്ലേ ഇഷ്യൂ ചെയ്തിട്ടുള്ളൂ. പക്ഷെ 2,50,000 ഷെയർസിന് ആപ്ലിക്കേഷൻ വന്നു എന്ന് പറയുന്നുണ്ട്. ഇതാണ്ട് ആപ്ലിക്കേഷൻസ് റിസീവ്ഡ് 4 കണ്ടല്ലോ. ദ കമ്പനി ഫൈനലൈസ് അലോട്ട്മെന്റ് ഓഫ് 2 lakh ഷെയർസ്. കമ്പനി തീരുമാനിച്ചു 2 lakh ഷെയർസ് അലോട്ട് ചെയ്യാം. ആ എക്സ്ട്രാ വന്ന 50,000 അങ്ങ് റിജക്ട് ചെയ്യാം. കാരണം കൊടുക്കാൻ നമ്മുടെ കയ്യിലില്ല. നമ്മൾ ആകെപ്പാടെ 2 lakh മാത്രമേ ഇഷ്യൂ ചെയ്യുന്നുള്ളൂ. നമുക്ക് 4 lakh ഓതറൈസ്ഡ് ഉണ്ടെങ്കിലും നമ്മൾ അത് ഇഷ്യൂ ചെയ്യാൻ തീരുമാനിച്ചിട്ടില്ല. 2 lakh ഇഷ്യൂ ചെയ്യാൻ തീരുമാനിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് 50,000 വന്ന ആപ്ലിക്കേഷൻ നമ്മൾ റിജക്ട് ചെയ്യും. റിജക്ട് ചെയ്തിട്ട് നമ്മൾ ഓൾറെഡി തീരുമാനിച്ച 2 lakh ഇഷ്യൂ ചെയ്ത് കൊടുക്കും. ക്ലിയർ ആണോ? അപ്പൊ ഈ റിജക്ഷന്റെ കാര്യം നമ്മൾ ഒരിക്കലും നമ്മൾ പ്രസന്റ് ചെയ്യേണ്ട കാര്യമില്ല. അതാണ് ഇവിടെ കാണാത്തത് കേട്ടോ. അത് നമ്മൾ പ്രസന്റ് ചെയ്യത്തില്ല. The company did not make the final call. The company received all the amount except on 2,000. പിന്നെ ഫൈനൽ കോൾ കമ്പനി വിളിച്ചിട്ടില്ല എന്നും പറഞ്ഞിട്ടുണ്ട്. ഫൈനൽ കോളില് അവർ പറയുന്നത് എന്താ? ബാലൻസ് ഓൺ ഫൈനൽ കോൾ. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ 2 rupee ഓൺ ആപ്ലിക്കേഷൻ, 3 rupee ഓൺ അലോട്ട്മെന്റ്, 3 rupee ഓൺ ഫസ്റ്റ് കോൾ, 2 + 3 + 3. അപ്പൊ 5, 6, 7, 8 rupees. മൊത്തം 8 rupees വിളിച്ചിട്ടുള്ളൂ. ബാക്കി 2 rupees വിളിച്ചിട്ടുമില്ല കോള്. ബട്ട് ആ കോള് വിളിച്ചതിനകത്ത് 2,000 ഷെയർസ് നമുക്ക് റിസീവ് ചെയ്തിട്ടില്ല. 2,000 ഷെയർസിന്റെ 8 rupees നമുക്ക് കിട്ടിയിട്ടുമില്ല. ഓക്കെ, ദ കമ്പനി ഡിഡ് നോട്ട് റിസീവ് amount except on 2,000 shares where the call money has not been received. പക്ഷെ കോൾ മണി മാത്രമാണ് കേട്ടോ കിട്ടാത്തത്. കോൾ മണി മാത്രമാണ് കിട്ടാത്തത്. അപ്പൊ ഈ 2,000 ഷെയർസിന്റെ അരിയർ വരുന്നതെന്ന് വെച്ചാല് ആപ്ലിക്കേഷൻ മണി, അലോട്ട്മെന്റ് മണി അരിയർ ഇല്ല, കോൾ മണി മാത്രം. കോൾ മണി എന്ന് പറയുമ്പോൾ ഫസ്റ്റ് കോൾ മണി 3 rupees മാത്രമേ അരിയർ ഉള്ളൂ.
അല്ലേ? മനസ്സിലായില്ലേ? മനസ്സിലായി. അപ്പൊ 3 rupees മാത്രമേ ഇവിടെ അരിയർ ആയിട്ട് വരുന്നുള്ളൂ. അപ്പൊ അരിയേഴ്സ് ആയിട്ട് 3 രൂപ കോൾ മണിന്ന് തന്നിട്ടില്ലായിരുന്നെങ്കിൽ 8 rupees എടുക്കായിരുന്നു. മാത്രമല്ല ഇവർ എപ്പോഴും കറക്റ്റാ സ്പെസിഫൈ ചെയ്യും കോൾ ആണോ അലോട്ട്മെന്റ് ആണോ ആപ്ലിക്കേഷൻ ആണോ എമൗണ്ട് കിട്ടാത്തത് എന്നുള്ളത് ക്ലിയർ ആയിട്ട് നമ്മുടെ ക്വസ്റ്റ്യനിൽ ഉണ്ടാവും. അത് നമ്മൾ ശ്രദ്ധിച്ച് വായിച്ചിട്ടേ അരിയർ എത്ര എന്നുള്ളത് ഡിസൈഡ് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, ഇപ്പൊ നമുക്ക് ഒരു കമ്പനിക്ക് ആപ്ലിക്കേഷൻ വെച്ചിട്ട് ആ ഒരു അമൗണ്ട് കിട്ടിയില്ലെങ്കിൽ അടുത്ത അലോട്ട്മെന്റ് വരുന്നത് ഇല്ല. ആപ്ലിക്കേഷൻ നമുക്ക് അത്രയും റിസീവ് ചെയ്തില്ലെങ്കിലേ നമുക്ക് റീഫണ്ട് ചെയ്യേണ്ടി വരും. മനസ്സിലായോ? അപ്പോൾ നമുക്ക് ഒരു മിനിമം സബ്സ്ക്രിപ്ഷൻ ഒരു 90% എങ്കിലും മിനിമം സബ്സ്ക്രിപ്ഷൻ വേണം ഒരു കമ്പനിക്ക്. എന്നാലേ അവർക്ക് പിന്നീട് അലോട്ട്മെന്റ് നടത്താനും കോൾ വിളിക്കാനും ഒക്കെ പറ്റത്തുള്ളൂ. കിട്ടിയില്ലെങ്കിൽ ആ കേസ് ഞാൻ ഇപ്പൊ പറഞ്ഞുതരാം. അങ്ങനെ കിട്ടാത്തപ്പോ ഇവരെന്ത് ചെയ്യുമെന്ന് അറിയാമോ? പ്രാക്ടിക്കലി നമ്മളെ റിയൽ സിറ്റുവേഷനിൽ നടക്കുന്ന ഒരു കാര്യമാണ്. ഇവർ ഏതെങ്കിലും ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനെ അല്ലെങ്കിൽ ഒരു ബാങ്കിനെ, ഇപ്പൊ SBI പോലുള്ള ബാങ്ക് അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, ഇവരൊക്കെ ഈ കമ്പനീസിനെ മിനിമം സബ്സ്ക്രിപ്ഷൻ കിട്ടാൻ വേണ്ടി സപ്പോർട്ട് ചെയ്യും. അതായത് അണ്ടർ റൈറ്റേഴ്സ് ആയിട്ട് ആക്ട് ചെയ്യും. അണ്ടർ റൈറ്റേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഇവര് 2 lakh ഷെയർസ് ഇഷ്യൂ ചെയ്തു പബ്ലിക് 2 lakh വാങ്ങുന്നില്ല. അപ്പൊ ഇവരെന്ത് ചെയ്യും? പബ്ലിക് വാങ്ങാത്ത ഷെയർ ഈ ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ മേടിക്കും. ഈ കമ്പനിയുടെ അണ്ടർ റൈറ്റർ ആയിട്ട് നിന്നുകൊണ്ട് ഈ ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ മേടിക്കും. അപ്പോ അണ്ടർ റൈറ്റർ എന്ന് പറയുമ്പോൾ തന്നെ ഒരു കമ്മീഷൻ വാങ്ങിച്ചുകൊണ്ട്, ഈ കമ്പനിയുടെ ഒരു കമ്മീഷൻ വാങ്ങിച്ചുകൊണ്ട് ഇവരുടെ ഷെയറിന് മിനിമം സബ്സ്ക്രിപ്ഷൻ ആക്കി കൊടുക്കുന്ന ഡ്യൂട്ടിയാണ് ഇവർ ചെയ്യുന്നത്, അണ്ടർ റൈറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ അങ്ങനെ ഒരു ഫെസിലിറ്റി ഇവർ യൂട്ടിലൈസ് ചെയ്യും മിനിമം സബ്സ്ക്രിപ്ഷൻ തികയ്ക്കാൻ വേണ്ടി. അല്ലെങ്കിൽ ഇവർക്ക് ആ കളക്ട് ചെയ്ത എമൗണ്ട് തിരിച്ചു കൊടുക്കേണ്ടി വരില്ലേ പബ്ലിക്കിന്റെ കയ്യിൽ നിന്ന്. അപ്പൊ മിനിമം സബ്സ്ക്രിപ്ഷൻ കിട്ടാൻ വേണ്ടി ഇവർ ചെയ്യുന്ന ഒരു കാര്യമാണ് ഇതേപോലെ ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനെ അണ്ടർ റൈറ്ററായിട്ട് അപ്പോയിന്റ് ചെയ്ത്, അപ്പോൾ അവര് ഒരു കമ്മീഷൻ ബേസിസിൽ ഈ ഷെയർസ് മേടിച്ചോളും. അവർക്ക് അതിനുള്ള കമ്മീഷൻ നമ്മൾ കൊടുത്താൽ മതിയോ? ഓക്കെ. അപ്പോ നമ്മളെ റിയൽ ലൈഫ് സിനാരിയോയിൽ അതാണ് സംഭവിക്കാറുള്ളത് നോർമലി. അതുകൊണ്ട് തന്നെ മിനിമം സബ്സ്ക്രിപ്ഷൻ മിക്ക കമ്പനീസിനും പബ്ലിക് ഇഷ്യൂ നടത്തുമ്പോൾ കിട്ടാറുമുണ്ട്. പിന്നെ ഇവർക്ക് ചിലപ്പോൾ എക്സ്ട്രാ ആപ്ലിക്കേഷൻ, നല്ല ക്രെഡിറ്റ് വർത്തി കമ്പനി ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ 2 lakh ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ 2,50,000 ആപ്ലിക്കേഷൻ വരുന്നത്. ഇവിടെ ഇപ്പൊ പറഞ്ഞതുപോലെ 2 lakh നമ്മൾ ഇഷ്യൂ ചെയ്തിട്ടുള്ളൂ, ബട്ട് 2,50,000 നമുക്ക് ആപ്ലിക്കേഷൻസ് വന്നു. അപ്പൊ അങ്ങനെയുള്ളപ്പോ നമ്മളിപ്പോ എന്ത് ചെയ്യും? നമ്മൾ പ്രോറേറ്റ് അലോട്ട്മെന്റ് ഇനി പഠിക്കും. അപ്പൊ ആ സമയത്ത് നമുക്ക് അത് നോക്കാം. ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഇപ്പൊ ഇത് ഫുൾ ആയിട്ട് റിജക്ട് ചെയ്യുവാണ്. നമുക്ക് 2 lakh നമ്മുടെ കയ്യിൽ പബ്ലിക്കിന് കൊടുക്കാനുള്ളൂ, ആ 2 lakh കൊടുക്കുന്നുള്ളൂ. ബാക്കി 50,000 ആപ്ലിക്കേഷൻ മണി നമ്മൾ റിട്ടേൺ കൊടുക്കുക. ഓക്കെ, മനസ്സിലായോ? അപ്പൊ 2 lakh ഷെയർസ് ആൾക്കാർക്ക് ഇഷ്യൂ ചെയ്തു, എക്സ്ട്രാ വന്നതിന്റെ പൈസ നമ്മൾ തിരിച്ചു കൊടുക്കും. ക്ലിയർ അല്ലേ? അപ്പൊ ആ ഒരു രീതിയിലായിരിക്കും നമ്മൾ ഇത് ട്രീറ്റ് ചെയ്യുക. ഇനി അരിയറിന്റെ കേസ് ഞാനിപ്പോ പറഞ്ഞ പോലെ നമ്മൾ ആ ലൈൻ ക്ലിയർ ആയിട്ട് വായിച്ചു നോക്കണം, എപ്പോഴാണ് എന്താണ് കിട്ടാത്തതെന്നുള്ളത്. അപ്പൊ ഇവിടെ അവർ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് 2000 ഷെയർസിന്റെ കോൾ മണിയാണ് ഇവിടെ കിട്ടാത്തത്. അപ്പൊ ഇവിടുത്തെ അരിയർ എന്ന് പറയുന്ന കോൾ മണി മാത്രമാണ്. ഇപ്പൊ 2000 ഷെയർസ് ഇൻറ്റു 3 rupees ആണ് അരിയർ. അല്ല, 3 rupees ആണ് ഫസ്റ്റ് കോൾ. അപ്പൊ അതാണ് അരിയർ, ₹3. ₹3 നമുക്ക് 2000 ഇൻറ്റു 3 rupees, അപ്പൊ 6000. അതാണ് നമുക്ക് ലെസ് ചെയ്യേണ്ടത്. നമ്മുടെ 2000 ഷെയർസ് ഓഫ് ₹10 ഈച്ച് 8 കോൾഡ് അപ്പ് നിന്ന് നമുക്ക് അരിയർ ആയിട്ട് കുറയ്ക്കേണ്ടി വരുന്നത് 2000 ഷെയർസ് ഇൻറ്റു 3 rupees, അതായത് 6000. ക്ലിയർ ആയോ ഇത് അങ്ങനെ വന്നു എന്ന്? അപ്പൊ ഇത് നമ്മുടെ പ്രസന്റേഷൻ. അപ്പൊ ഈ രീതിയിൽ നമുക്ക് ജേണൽ എൻട്രി എഴുതിയിട്ട് ചിലപ്പോൾ നമ്മളോട് പ്രസന്റ് ചെയ്യാൻ പറയും ബാലൻസ് ഷീറ്റിൽ. അങ്ങനെയാണെങ്കിലാണ് ഇതുപോലെ പ്രസന്റ് ചെയ്ത് കാണിക്കേണ്ടി വരുന്നത്. ഓക്കെ, അപ്പൊ ഇത് ഇത്രയും മാത്രമേ ഉള്ളൂ, ജസ്റ്റ് പ്രസന്റേഷന് വേണ്ടിയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. ഇത് ക്ലിയർ ആയോ? ഓക്കെ, ഇനി നമുക്ക് ജേണൽ എൻട്രീസിലോട്ട് പോവാം കേട്ടോ പതുക്കെ. അതിനു മുമ്പ് ഈ തിയറി ഏരിയാസ് ഒക്കെ കവർ ചെയ്ത് പോവാം, ഒന്നും മിസ് ചെയ്ത് കളയുന്നില്ല. നേച്ചർ ആൻഡ് ക്ലാസ് ഓഫ് ഷെയർസ്. നമുക്ക് മെയിൻലി 2 ക്ലാസ് ഓഫ് ഷെയർസ് അവൈലബിൾ ആയിട്ടുള്ളത്, ഒന്ന് പ്രിഫറൻസ് ഷെയർസും ഒന്ന് ഇക്വിറ്റി ഷെയർസ്. പ്രിഫറൻസ് ഷെയർസ് എന്ന് പറയുമ്പോൾ ഇവർക്ക് ചില പ്രിഫറൻസസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് പ്രിഫറൻസ് ഷെയർസ് എന്ന് പറയുന്നത്. പിന്നെ ഇക്വിറ്റി ഷെയർ എന്ന് പറയുമ്പോൾ ഓർഡിനറി ഷെയർ ആണ്. ഇവരാണ് ഒറിജിനൽ ഓണേഴ്സ് ഓഫ് ദ കമ്പനി എന്ന് പറയുന്നത്. അപ്പോ പ്രിഫറൻസ് ഷെയറിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, പ്രിഫറൻസ് ഷെയറിനെ പറ്റി മെൻഷൻ ചെയ്യുന്ന സെക്ഷൻ 43 ആണ്. കമ്പനീസ് ആക്ടിന്റെ സെക്ഷൻ 43-ലാണ് പ്രിഫറൻസ് ഷെയർസിനെ പറ്റി പറയുന്നത്. അപ്പൊ ഇവർക്ക് പ്രിഫറൻഷ്യൽ റൈറ്റുകളുണ്ട്. അത് 2 കേസിലാണ് ഇവർക്ക് പ്രിഫറൻഷ്യൽ റൈറ്റുകൾ വരുന്നത്.
ഒന്നാമത്തെ കാര്യം, ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡ് കിട്ടുന്നതിന് മുമ്പ് തന്നെ ഇവരെ ഡിവിഡൻഡ് ആദ്യം ഇവർക്ക് കിട്ടും. ആദ്യം ഡിവിഡൻഡ് കൊടുക്കുന്ന പ്രിഫറൻസ് ഷെയർസ് ഹോൾഡ് ചെയ്യുന്ന ആൾക്കാർക്കാണ്. ഡിവിഡൻഡ് എന്ന് വെച്ചാൽ എന്തോന്ന് അറിയാമോ? ഷെയർ ഹോൾഡേഴ്സിന് അവർക്ക് നമ്മുടെ കമ്പനിയുടെ പ്രോഫിറ്റിന്റെ ഷെയർ ഡിവിഡൻഡ് എന്നുള്ള പേരിലാണ് കൊടുക്കുന്നത്. അപ്പൊ ആ ഡിവിഡൻഡ് കിട്ടാനുള്ള ഫസ്റ്റ് പ്രയോറിറ്റി പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിനുണ്ട്. പിന്നെ യൂഷ്വലി ഇവർക്ക് ഒരു ഫിക്സഡ് റേറ്റിലായിരിക്കും കിട്ടുന്നത്. ഒരു ഫിക്സഡ് റേറ്റിലായിരിക്കും പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് അവരുടെ ഡിവിഡൻഡ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ അത് കൊടുക്കുമ്പോൾ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്നതിന് മുമ്പ് ആദ്യം പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് പേയ്മെന്റ് കൊടുക്കുന്നു. പിന്നെ രണ്ടാമത്തെ പ്രിഫറൻസ് എന്ന് പറയുന്നത് ഇവർക്ക് ക്യാപിറ്റൽ വൈൻഡിങ് അപ്പിന്റെ സമയത്ത് ഇവരെ ക്യാപിറ്റൽ ആദ്യം തിരിച്ചു കിട്ടാനുള്ള റൈറ്റ് ഉണ്ട്. വൈൻഡിങ് അപ്പിന്റെ സമയത്ത് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ തിരിച്ചു കൊടുക്കുന്നതിന് മുമ്പ് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ ആയിരിക്കും തിരിച്ചു കൊടുക്കുന്നത് ആദ്യം. ഔട്ട്സൈഡ് ലയബിലിറ്റി എല്ലാം കൊടുത്തു തീർത്തിട്ട് പിന്നെ കൊടുക്കുന്നത് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ. അത് കഴിഞ്ഞ് ഏറ്റവും ലാസ്റ്റ് ആണ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ പേ ഓഫ് ചെയ്യത്തുള്ളൂ. അപ്പൊ അതാണ് രണ്ട് പ്രിഫറൻഷ്യൽ റൈറ്റ്. ഒന്നാമത്തത് ഡിവിഡൻഡ്, ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡ് കിട്ടുന്നതിന് മുമ്പ് ഇവരുടെ ഡിവിഡൻഡ് കിട്ടാനുള്ള റൈറ്റ് ഉണ്ട് ഇവർക്ക്. അതുകൂടാതെ വൈൻഡിങ് അപ്പിന്റെ സമയത്ത് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് പൈസ കിട്ടുന്നതിന് മുമ്പ് തന്നെ ഇവരുടെ ക്യാപിറ്റൽ ഇവർക്ക് പൈസ കിട്ടാനായിട്ടുള്ള റൈറ്റ്. ആ രണ്ട് റൈറ്റ് ആണ് പ്രിഫറൻസ് ഷെയർസിനുള്ളത്. ഓക്കെ, അപ്പൊ അതത്രേ ഉള്ളൂ. പിന്നെ വേറൊരു കോൺസെപ്റ്റ് കൂടെ പറഞ്ഞുതരാം. ഈ പ്രിഫറൻസ് ഷെയർസിന്റെ വേറൊരു കോൺസെപ്റ്റ് ആണ് ക്യുമുലേറ്റീവ് ആൻഡ് നോൺ ക്യുമുലേറ്റീവ്, പിന്നെ റെഡീമബിൾ ആൻഡ് ഇറഡീമബിൾ. ഓക്കെ, അപ്പൊ ആദ്യം നമുക്ക് ഈ ക്യുമുലേറ്റീവ് നോൺ ക്യുമുലേറ്റീവ് പറഞ്ഞുതരാം. ഇതും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണ്ട, മനസ്സിലാക്കാൻ വേണ്ടി മാത്രം പറയുന്നത്. ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർസ് എന്ന് പറയുന്നത് ഇവരുടെ ഡിവിഡൻഡ് ഉണ്ടല്ലോ. ഇപ്പൊ നമ്മളിപ്പോ ഒരു വർഷം ഡിവിഡൻഡ് പേ ചെയ്യുന്നില്ല കമ്പനി. ഈ വർഷം ഇപ്പൊ 2020 നമ്മൾ ഡിവിഡൻഡ് പേ ചെയ്തു, 2021 നമ്മൾ പേ ചെയ്യുന്നില്ല ഡിവിഡൻഡ്, പിന്നെ 2022 നമ്മൾ ഡിവിഡൻഡ് പേ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോ ഈ ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയറിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് എന്താണെന്നറിയാവോ? ഈ 2022 നമ്മൾ ഡിവിഡൻഡ് പേ ചെയ്യുമ്പോൾ 2 വർഷത്തത് 21-ന്റെതും 22-ന്റെതും പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കും. മനസ്സിലായോ? അതായത് ക്യുമുലേറ്റീവ് എന്ന് പറയുമ്പോ കഴിഞ്ഞ വർഷം ഇപ്പം ഡിവിഡൻഡ് ഒന്നും പേ ചെയ്തില്ല, അതിപ്പോ എത്ര വർഷം പേ ചെയ്തില്ലെങ്കിൽ ഇനി ഏത് വർഷമാണോ അടുത്ത ഡിവിഡൻഡ് പേ ചെയ്യുന്നത് ആ ഇയറിൽ എത്ര നാളെ നമ്മൾ കൊടുക്കാതിരുന്നോ അത്രയും വർഷത്തെ ഡിവിഡൻഡും കൂടി ചേർത്ത് നമ്മൾ ആ ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കണം. അതാണ് ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർസിന്റെ പ്രത്യേകത. മനസ്സിലായോ? ഇപ്പൊ ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യാത്ത ഇയറുകളിൽ പോലും അവരുടെ ഡിവിഡൻഡ് ക്യുമുലേറ്റ് ആയിക്കൊണ്ടിരിക്കും. എപ്പോഴെങ്കിലും ഡിവിഡൻഡ് കൊടുക്കുമ്പോൾ അവർക്കത് കിട്ടും, അവർക്കത് കൊടുക്കണം, പഴയ വർഷങ്ങളിലെയും കൂടെ കൊടുക്കേണ്ടി വരും. ഓക്കെ, പിന്നെ നോൺ ക്യുമുലേറ്റീവ് ആണെങ്കിൽ അങ്ങനെ ഇല്ല. ഇപ്പൊ 2020 ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്തു കൊടുത്തു, 21 ഇല്ല, 22 ഉണ്ട്, 2023 വീണ്ടും നമ്മൾ കൊടുക്കുന്നില്ല. അപ്പൊ അവിടെ എന്താ പറയാ, ഏത് വർഷമാണോ ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യുന്നത് ആ വർഷം മാത്രം കൊടുത്താൽ മതി, അല്ലാതെ പഴയ വർഷങ്ങളിലെ ഒന്നും കൊടുക്കേണ്ട കാര്യം വരുന്നില്ല. അതാണ് നോൺ ക്യുമുലേറ്റീവ്. ഓക്കെ, അപ്പൊ അതാണ് നമ്മളെ പ്രിഫറൻസ് ഷെയർസിന്റെ വേറൊരു കോൺസെപ്റ്റ്. ഇനി റെഡീമബിൾ ആണ്. റെഡീമബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ വർഷം കഴിയുമ്പോൾ, ഒരു പെർട്ടിക്കുലർ പീരീഡ് ഓഫ് ടൈം കഴിയുമ്പോൾ അത് റീപേ ചെയ്യും. അതാണ് റെഡീമബിൾ പ്രിഫറൻസ് ഷെയർസ്. ഒരു 20 ഇയേഴ്സ് 25 ഇയേഴ്സ് കഴിയുമ്പോൾ ചിലപ്പോൾ നമുക്ക് റെഡീം ചെയ്യാനായിട്ട് പറ്റും, റീപേയ്മെന്റ്. റെഡീമബിൾ എന്ന് പറയുമ്പോൾ കമ്പനിയുടെ വൈൻഡിങ് അപ്പിന്റെ സമയത്ത് മാത്രമേ ഈ ഷെയർസിന്റെ പൈസ നമുക്ക് തിരിച്ചു കിട്ടത്തുള്ളൂ. അപ്പൊ അതിനെയാണ് നമ്മൾ ഇറഡീമബിൾ പ്രിഫറൻസ് ഷെയർസ് എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായോ? ഓക്കെ, ക്യുമുലേറ്റീവ് നോൺ ക്യുമുലേറ്റീവ് കുറച്ച് ക്യുമുലേറ്റീവ് ആണ് കുറച്ചുകൂടെ അട്രാക്റ്റീവ്. പക്ഷേ ക്യുമുലേറ്റീവ് എന്ന് പറയുമ്പോൾ നല്ല ക്രെഡിറ്റ് വർത്തി ആയിട്ടുള്ള ഒരു ഷെയർ ഹോൾഡേഴ്സിന് മാത്രമേ ചിലപ്പോൾ അത് അവൈലബിൾ ആവത്തുള്ളൂ. മനസ്സിലായോ? നമ്മൾ നെറ്റ്വർത്ത് നല്ല ഉള്ള ആൾക്കാർക്കാണ് ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർസ് ഓഫർ ചെയ്യത്തുള്ളൂ ഒരു കമ്പനി, നല്ല നെറ്റ്വർത്ത് ഉള്ളവർക്ക്. കാരണം നല്ല ഇൻവെസ്റ്റേഴ്സിനെ കൊണ്ടല്ലേ കമ്പനിക്ക് ഗുണം ഉണ്ടാവത്തുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർക്കായിരിക്കും അവര് ക്യുമുലേറ്റീവ് ആയിട്ടുള്ള പ്രിഫറൻസ് ഷെയർസ് ഓഫർ ചെയ്യുള്ളൂ. അപ്പൊ അല്ലാത്തവർക്ക് വേറെ ഓപ്ഷൻ ഇല്ല, അവർക്ക് ഈ നോൺ ക്യുമുലേറ്റീവേ അവൈലബിൾ ആയിട്ടുള്ളൂ ചെറിയ ഇൻവെസ്റ്റേഴ്സിനൊക്കെ. മനസ്സിലായോ? അതങ്ങനെ, അത് കമ്പനിയുടെ ഓപ്ഷനാ, നമുക്ക് അതിലൊന്നും ചെയ്യാൻ പറ്റില്ല. ഓക്കെ ആണല്ലോ? അപ്പൊ ഈ കോൺസെപ്റ്റും അറിഞ്ഞിരിക്കുന്നത് നല്ലതാ, നമുക്കത് വേണമെന്നില്ല, ബട്ട് പറഞ്ഞെന്നുള്ളൂ. പിന്നെ ഇക്വിറ്റി ഷെയർസ്.
ഇക്വിറ്റി ഷെയർസ് എന്ന് പറയുന്നതാണ് നമ്മുടെ കമ്പനിയുടെ ഒറിജിനൽ ഓണർഷിപ്പ് കാണിക്കുന്ന ഷെയർസ്. സെക്ഷൻ 43 ഓഫ് കമ്പനീസ് ആക്ട് 2013 ഇക്വിറ്റി ഷെയർസിനെ പറ്റി പറയുന്നത്. ഇതൊരു കമ്പനിയുടെ ഓർഡിനറി ഷെയർസാ. ഈ ഷെയർ ഹോൾഡേഴ്സ് ആണ് ഒറിജിനൽ ഓണേഴ്സ് ഓഫ് ദ കമ്പനി ആയിട്ട് നമ്മൾ പറയുന്നത്. അപ്പൊ ഇവരുടെ പ്രത്യേകത എന്ന് വെച്ചാലേ, ഇപ്പൊ എത്ര എക്സ്ട്രാ പ്രോഫിറ്റ് ഉണ്ടെങ്കിലും അതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് പറ്റും. എക്സ്ട്രാ പ്രോഫിറ്റ് ഇപ്പൊ എല്ലാവർക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് വീണ്ടും എക്സ്ട്രാ പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ ആ എക്സ്ട്രാ പ്രോഫിറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള റൈറ്റ് നമ്മുടെ ഇക്വിറ്റി ഷെയർസിന് മാത്രമേ ഉള്ളൂ. അവർക്കൊരു ഫിക്സഡ് ആയിട്ടുള്ള എമൗണ്ട് പ്രോഫിറ്റ് അങ്ങനെയൊന്നുമില്ല. ഇവർക്ക് നല്ല പ്രോഫിറ്റ് ഉള്ള സമയത്ത് വേണമെങ്കിൽ കൂടുതൽ എമൗണ്ട് ഡിവിഡൻഡ് ആയിട്ട് കിട്ടാം. അപ്പൊ ആ ഒരു രീതിയിൽ ഇക്വിറ്റി ഷെയർ, അപ്പൊ നഷ്ടമാണെങ്കിൽ ഇവർക്ക് കൂടുതലായിട്ട് സഹിക്കേണ്ടി വരും, പ്രോഫിറ്റ് ആണെങ്കിൽ ഇവർക്ക് നല്ല ലാഭമായിരിക്കും. അപ്പൊ ആ ഒരു രീതിയിലാണ് ഇക്വിറ്റി ഷെയർസ് വരുന്നത്. അവർക്ക് പ്രിഫറൻസസ് ഒന്നുമില്ല പ്രിഫറൻസ് ഷെയർസ് പോലെ. അപ്പോൾ ഡിവിഡൻഡ് ഇവർക്ക് ഫിക്സ് ചെയ്തിട്ടില്ല. പിന്നെ ഒരു ഗുണമുള്ള എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് വോട്ടിംഗ് റൈറ്റ് ഉണ്ട്. ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് വോട്ട് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. അപ്പോൾ ഡിഫറൻഷ്യൽ വോട്ടിംഗ് റൈറ്റ് ആണ് ഇവർക്കുള്ളത്. അപ്പം ഒരു കമ്പനിയിൽ ഇപ്പൊ ഡയറക്ടേഴ്സിനെ ഒക്കെ തെരഞ്ഞെടുക്കുമ്പോൾ ഇവർക്ക് വോട്ട് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. ഓക്കെ, അപ്പൊ അതാ ഇതിനകത്ത് മെയിൻ ആയിട്ട് വരുന്നത്. ഇനി നമുക്ക് ഇഷ്യൂ ഓഫ് ഷെയർസ്. ഒരു കമ്പനി ഷെയർ ഇഷ്യൂ ചെയ്യുമ്പോൾ ഈ ഒരു പ്രൊസീജിയറും എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് 11th ബിസിനസ് സ്റ്റഡീസിൽ ഉണ്ടായിരുന്നിരിക്കും അല്ലെ, ഷെയർ ഇഷ്യൂ പ്രൊസീജിയർ ഒക്കെ. ഇല്ല. അപ്പൊ എന്തായാലും ഷെയർ ഇഷ്യൂ ചെയ്യുമ്പോൾ ഈ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ചെയ്യും. ഷെയർ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് ആദ്യം നമ്മൾ പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യും. പ്രോസ്പെക്ടസ് എന്ന് വെച്ചാൽ പബ്ലിക്കിനുള്ള ഒരു ഇൻവിറ്റേഷൻ. അതിനകത്ത് എല്ലാം കാണും, നമ്മുടെ പുതിയ കമ്പനിയെ പറ്റിയുള്ള എല്ലാ ഡീറ്റെയിൽസ്, നമ്മൾ എന്ത് ബിസിനസ്സാ ചെയ്യുന്നത്, പിന്നെ നമ്മുടെ കമ്പനിക്ക് ഇപ്പൊ പ്രോസ്പെക്റ്റീവ് ഇൻവെസ്റ്റേഴ്സിനെ എങ്ങനെയുള്ള ആൾക്കാരെയാണ് നമുക്ക് ആവശ്യമുള്ളത്, അതിനെ പറ്റിയുള്ള കംപ്ലീറ്റ് ഇൻഫർമേഷനും ഒരു പ്രോസ്പെക്ടസിനകത്ത് ഉണ്ടായിരിക്കും. അത് നമ്മളെ ഇൻവെസ്റ്റേഴ്സിനെ ഇൻവൈറ്റ് ചെയ്യുന്ന ഒരു പബ്ലിക് ഡോക്യുമെന്റ് ആണ് ഈ പ്രോസ്പെക്ടസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ കമ്പനീനെ പറ്റിയുള്ള കംപ്ലീറ്റ് ഇൻഫർമേഷൻ, നമ്മുടെ ബിസിനസിനെ പറ്റിയുള്ള കംപ്ലീറ്റ് ഇൻഫർമേഷൻ ഇത്രയും നമ്മുടെ പ്രോസ്പെക്ടസിനകത്ത് ഉണ്ടായിരിക്കും. ഇനി അടുത്തത് നമ്മൾ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് പിന്നെ നമുക്ക് ആപ്ലിക്കേഷൻസ് കിട്ടണം പബ്ലിക്കിന്റെ കയ്യിൽ നിന്ന്. നമ്മളിത് നമ്മുടെ ഷെയർസ് ഇഷ്യൂ ചെയ്ത് കഴിയുമ്പോൾ പബ്ലിക്കിന്റെ കയ്യിൽ നിന്ന് നമ്മൾ ആപ്ലിക്കേഷൻ മണിയോടുകൂടി ആപ്ലിക്കേഷൻസ് വരും. അപ്പൊ അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യും. പ്രോസ്പെക്റ്റീവ് ഇൻവെസ്റ്റേഴ്സ് നമുക്ക് ആപ്ലിക്കേഷൻ തരും. ഏതെങ്കിലും ഒരു ബാങ്ക് വഴിയായിരിക്കും യൂഷ്വലി നമുക്ക് ആ പൈസ വരുന്നത്. അപ്പൊ നമ്മൾ ഇഷ്യൂ ചെയ്ത് ഒരു 120 ഡേയ്സിനകത്ത് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് മിനിമം സബ്സ്ക്രിപ്ഷൻ നമുക്ക് കിട്ടണം. ഞാൻ പറഞ്ഞില്ല, നമ്മൾ ഇഷ്യൂ ചെയ്തതിന്റെ ഒരു 90% അബോവ് ഷെയർസ് എങ്കിലും പബ്ലിക് സബ്സ്ക്രൈബ് ചെയ്തിരിക്കണം. അപ്പൊ ആ ഒരു വിത്തിൻ 120 ഡേയ്സിനകത്ത് നമുക്ക് മിനിമം സബ്സ്ക്രിപ്ഷൻ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ അലോട്ട്മെന്റിലോട്ടൊന്നും പോകാൻ പറ്റത്തില്ല. നമുക്ക് എമൗണ്ട് റീഫണ്ട് ചെയ്യേണ്ടി വരും. ആ കളക്ട് ചെയ്ത ആപ്ലിക്കേഷൻ മണി മൊത്തം നമുക്കൊരു 130 ഡേയ്സിനുള്ളിൽ റീഫണ്ട് ചെയ്യേണ്ടി വരും. അപ്പൊ അങ്ങനെ ഒരു ഫെയിലിയർ വരാതിരിക്കാനാണ് പല കമ്പനീസും അണ്ടർ റൈറ്റേഴ്സിനെ അപ്പോയിന്റ് ചെയ്യുന്ന കേസ് ഞാൻ പറഞ്ഞത്. അപ്പൊ ഏതെങ്കിലും ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനെ അണ്ടർ റൈറ്റർ ആയിട്ട് നിർത്തിക്കൊണ്ട് അവര് വാങ്ങിച്ചോളും. ഒരു കമ്മീഷൻ കൊടുക്കാന്ന് പറഞ്ഞിട്ട് അവരെ നിർത്തിയിട്ട് അവര് വാങ്ങിക്കും, പബ്ലിക് വാങ്ങാത്തത് അത്രയും. അപ്പൊ അങ്ങനെ നമ്മൾ ചെയ്യാറുണ്ട്. അണ്ടർ റൈറ്റേഴ്സ് എന്ന് പറയുമ്പോ അവര് ആ ഷെയർ മേടിച്ചിട്ട് പിന്നെ അത് പബ്ലിക്കിന് പതുക്കെ സെയിൽ ചെയ്തോളും. മനസ്സിലായോ? ആ ബാങ്ക് തന്നെ ഹോൾഡ് ചെയ്യണം നിർബന്ധമൊന്നുമില്ല. അവർ ആ ഷെയർസ് മേടിച്ചു വെച്ചിട്ട് എന്ത് ചെയ്യും, പബ്ലിക്കിലേക്ക് പതുക്കെ പതുക്കെ അത് കൊടുത്തോളും. ഓക്കെ, അപ്പൊ അവര് ലോങ് ടേമിൽ ഷെയർ ഹോൾഡർ ആയിട്ട് നിൽക്കൊന്നും വരുന്നില്ല. ഓക്കെ, പിന്നെ അലോട്ട്മെന്റ്. ഇനി നമുക്ക് അലോട്ട്മെന്റ്, മിനിമം സബ്സ്ക്രിപ്ഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓരോ ആൾക്കാർക്ക് ഷെയർ അലോട്ട് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. അപ്പൊ അലോട്ട്മെന്റ് നടത്തണമെങ്കിൽ നമുക്ക് മിനിമം സബ്സ്ക്രിപ്ഷൻ വേണം. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഓരോ ആൾക്കാർക്ക് ആരൊക്കെയാണോ ഷെയറിന് അപ്ലൈ ചെയ്തേക്കുന്നത് അവർക്കെല്ലാം നമ്മൾ ഷെയർസ് അലോട്ട് ചെയ്ത് കൊടുക്കും. പിന്നെ ഷെയർസ് അലോട്ട് ചെയ്ത് കൊടുത്തു കഴിയുമ്പോഴത്തേക്കും പിന്നീടാണ് ബാക്കി സംഭവങ്ങളൊക്കെ വരുന്നത്. പിന്നെ നമ്മൾ കോള് വിളിക്കും, കോളും കൂടെ ആകുമ്പോൾ കഴിയും. ഇനി ഇപ്പൊ നമ്മൾ ഈ അലോട്ട് ചെയ്യുന്നതിന് തന്നെ നമ്മളിപ്പം ഷെയർ ഇഷ്യൂ ചെയ്യുമ്പോൾ നമുക്ക് 3 രീതിയിൽ ഇഷ്യൂ ചെയ്യാൻ പറ്റും. ഇഷ്യൂഡ് അറ്റ് പാർ, ഇഷ്യൂഡ് അറ്റ് പ്രീമിയം, ഇഷ്യൂഡ് അറ്റ് ഡിസ്കൗണ്ട്. ഇങ്ങനെ 3 രീതിയിലാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഷെയർ ഇഷ്യൂ ചെയ്യുമ്പോൾ. അപ്പൊ ഇത് ഞാൻ നോട്ട്സ് ഇവിടെ തൊട്ടാണ് നമ്മുടെ പ്രോബ്ലം സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ഇത് ഞാൻ നോട്ട്സ് അയച്ചിട്ടുണ്ട്. നമുക്ക് പാർ, പ്രീമിയം അല്ലെങ്കിൽ ഡിസ്കൗണ്ടിലായിരിക്കും നമുക്ക് ഷെയർസ് ഇഷ്യൂ ചെയ്യാൻ പറ്റുന്നത്. ഈ പാർ എന്ന് പറയുന്നത് ഫേസ് വാല്യൂ, അതായത് ഷെയറിന്റെ ആക്ച്വൽ വാല്യൂ, അതിനെ നമ്മൾ പാർ എന്ന് പറയുന്നത്. ഇപ്പൊ ഒരു 100 റുപ്പി വാല്യൂ ഉള്ള ഷെയർ ആണെങ്കിൽ അതിന്റെ ഫേസ് വാല്യൂ അല്ലെങ്കിൽ പാർ വാല്യൂ എന്ന് പറയുന്നത് 100 തന്നെ ആയിരിക്കും. ഓക്കെ,
ഇനി പ്രീമിയം എന്നുള്ള കോൺസെപ്റ്റ് എന്താന്ന് പറഞ്ഞുതരാം. പ്രീമിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ 100 റുപ്പീസിന്റെ ഷെയർ നമ്മൾ നല്ല ക്രെഡിറ്റ് വർത്തിനെസ് ഉള്ള ഒരു കമ്പനിയാന്ന് വിചാരിച്ചത്, നല്ല വലിയൊരു കമ്പനിയാണ്. ഇപ്പൊ റിലയൻസ് ഒക്കെ പോലെ, റിലയൻസ് ജിയോ ഒക്കെ പോലെ കമ്പനി ആകുമ്പോൾ അവർക്ക് എന്ത് ചെയ്യാം, അവർക്കൊരു 120 റുപ്പീസ് അവരെന്ത് പ്രീമിയത്തിൽ 20 റുപ്പീസ് എക്സ്ട്രാ വാല്യൂല് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഷെയർസ് സെല് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ അതാണ് പ്രീമിയം. ആ എക്സ്ട്രാ 20 റുപ്പീസിന് നമ്മൾ സെക്യൂരിറ്റീസ് പ്രീമിയം എന്നാ പറയുന്നത്. സെക്യൂരിറ്റീസ് പ്രീമിയം നമ്മുടെ ആക്ച്വൽ ഫേസ് വാല്യൂവിനേക്കാളും കൂടുതൽ എമൗണ്ടിന് നമ്മളെ ഷെയർസിനെ സെയിൽ ചെയ്യാനായിട്ട് പറ്റും. അതാണ് പ്രീമിയം. മനസ്സിലായോ? പിന്നെ വരുന്ന ഡിസ്കൗണ്ട്. ഇപ്പൊ 100 റുപ്പീസിന്റെ ഷെയർ ആയിരിക്കും, അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഒരു 80 റുപ്പീസിനൊക്കെ ഇഷ്യൂ ചെയ്യും. കാരണം യൂഷ്വലി ഡിസ്കൗണ്ടിൽ നമ്മൾ അങ്ങനെ ഇഷ്യൂ ചെയ്യത്തില്ല. പക്ഷെ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു കേസും കൂടി ഉണ്ട്. ചിലപ്പോൾ ഡിസ്കൗണ്ടിൽ ഇഷ്യൂ ചെയ്യേണ്ടി വന്നേക്കാം. അപ്പൊ അതാണ് ഇഷ്യൂഡ് ആയിട്ട് ഡിസ്കൗണ്ട്. ഫേസ് വാല്യൂവിനേക്കാളും കുറഞ്ഞ വിലയ്ക്ക്, ഫേസ് വാല്യൂവിനേക്കാൾ കുറഞ്ഞ വിലയ്ക്ക് ഇഷ്യൂ ചെയ്യുമ്പോൾ ഡിസ്കൗണ്ട്, ഫേസ് വാല്യൂവിനേക്കാളും കൂടിയ വിലയ്ക്ക് ഇഷ്യൂ ചെയ്യുമ്പോഴാണ് പ്രീമിയം. കറക്റ്റ് ഫേസ് വാല്യൂവിന് ഇഷ്യൂ ചെയ്യുന്നതാണ് പാർ. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഇതാണ് നമ്മുടെ കോൺസെപ്റ്റ്. നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് ഇനി വരാൻ പോകുന്ന ഇങ്ങനെയാണ് നമ്മുടെ അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് ഓൺ ആപ്ലിക്കേഷൻ അലോട്ട്മെന്റ്. ഇനി അങ്ങോട്ട് നമ്മുടെ ജേർണൽ എൻട്രീസ് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യുവാണ്. അപ്പൊ അതിനൊരു പ്രോപ്പർ ഓർഡർ ഉണ്ട്. ഇനി ഞാൻ തന്ന നോട്ട്സ് വെച്ചിട്ട് നമുക്ക് 1 by 1 ആയിട്ട് പഠിച്ചു പോവാവുന്നേ ഉള്ളൂ. അപ്പൊ ഇതിന്റെ മെയിൻ ആയിട്ടുള്ള തിയറി കോൺസെപ്റ്റ് മൊത്തം നമ്മളിപ്പോ നോക്കിയതേ. അപ്പം ഇതിൽ നിന്ന് തന്നെ ഞാൻ ആദ്യം ആ നോട്ട്സ് വെച്ച് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ട് ഇതെടുക്കാം. ഒരു മിനിറ്റ്. ഓക്കെ, ഇപ്പൊ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ കുറെ ഇതിലുണ്ട്. ഓതറൈസ് ക്യാപിറ്റൽ, ഇഷ്യൂഡ് ക്യാപിറ്റൽ, സബ്സ്ക്രൈബ് ക്യാപിറ്റൽ, പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ കണ്ടല്ലോ. ഷെയർ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാല് കമ്പനി ആ ഷെയർസ് വെച്ചിട്ട് അതിന്റെ ക്യാപിറ്റൽ കളക്ട് ചെയ്തെടുക്കുന്നതാണ് ഷെയർ ക്യാപിറ്റൽ. അത് നമ്മൾ പഠിച്ചു. പിന്നെ കമ്പനിയുടെ ക്യാപിറ്റലിനെ ചെറിയ പോർഷൻസ് ആക്കി ഡിവൈഡ് ചെയ്യുക. സ്മോളസ്റ്റ് യൂണിറ്റിനെ നമ്മൾ ഷെയർ എന്ന് പറയുന്നേ. അത് നമ്മൾ എക്സാമ്പിൾ നേരത്തെ പറഞ്ഞായിരുന്നു. ഇപ്പൊ 5000 ഷെയർസ് കമ്പനിക്കുണ്ട് ഓഫ് ₹10 ഈച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്ന എമൗണ്ട് 5000 into 10 50,000 റുപ്പീസ് ആയിരിക്കും. ഓക്കെ, അങ്ങനെയാണ് വരുന്നത്. 5000 ഷെയർസ് ഓഫ് ₹10 ഈച്ച്. അപ്പൊ ഷെയർ ക്യാപിറ്റൽ എത്രയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 50,000 റുപ്പീസ് അങ്ങനെ വരും. ഇനി ഇവിടെ ഓതറൈസ് ഈ ടൈപ്പ് ഓഫ് ക്യാപിറ്റൽ, ഇത് ഭയങ്കര ഇമ്പോർട്ടന്റ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കി വെക്കണം. ഓതറൈസ് ക്യാപിറ്റൽ എന്ന് വെച്ചാൽ മാക്സിമം എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ ദാറ്റ് ദ കമ്പനി ക്യാൻ റൈസ്. അതാണ് ഓതറൈസ് ക്യാപിറ്റൽ. ഇഷ്യൂഡ് ക്യാപിറ്റൽ പബ്ലിക്കിന് സബ്സ്ക്രിപ്ഷന് വേണ്ടിയിട്ട് ഇഷ്യൂ ചെയ്യുന്ന പോർഷനാ. പബ്ലിക് സബ്സ്ക്രൈബ് ചെയ്ത് അവർ അക്സെപ്റ്റ് ചെയ്തതിനെ നമ്മൾ സബ്സ്ക്രൈബ്ഡ് എന്ന് വിളിക്കുക. ഇനി കോൾഡ് അപ്പ് എന്ന് പറഞ്ഞാൽ കമ്പനി എത്ര എമൗണ്ട് വരെ ഡിമാൻഡ് ചെയ്തിട്ടുണ്ട്, പബ്ലിക്കിന്റെ അടുത്ത് പൈസ അടയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്, അതാണ് കോൾഡ് അപ്പ്. ഇനി നമ്മൾ ഡിമാൻഡ് ചെയ്തതിൽ എത്ര പൈസ അടച്ചിട്ടുണ്ട്, അതാണ് പെയ്ഡ് അപ്പ്. ഓക്കെ, നമ്മൾ അവിടെ പാരഗ്രാഫിൽ നോക്കിയത് ജസ്റ്റ് 1 വേർഡ് ആയിട്ട് പറഞ്ഞു എന്നുള്ളൂ, വേറെ ഒന്നുമില്ല. പിന്നെ വരുന്നത് നമ്മൾ എപ്പോഴും എഴുതുമ്പോൾ ഈ ഒരു ഓർഡർ ഫോളോ ചെയ്യാനായിട്ട് നോക്കണം. ഓതറൈസ്ഡ്, ഇഷ്യൂഡ്, സബ്സ്ക്രൈബ്ഡ്, കോൾഡ് അപ്പ്, പെയ്ഡ് അപ്പ്. ഈ ഓർഡറിലായിരിക്കും നമ്മൾ എക്സാമിന് എപ്പോഴും എഴുതേണ്ടത് കേട്ടോ. അതായത് ബാലൻസ് ഷീറ്റിൽ നമ്മൾ നോട്ട്സ് ടു അക്കൗണ്ട്സിൽ പ്രസന്റ് ചെയ്യുമല്ലോ ഷെയർ ക്യാപിറ്റൽ, അപ്പോഴ് ഓതറൈസ്, ഇഷ്യൂഡ്, സബ്സ്ക്രൈബ്, കോൾഡ് അപ്പ്, പെയ്ഡ് അപ്പ് ആ ഓർഡർ ഫോളോ ചെയ്യണം. ഇനി നമ്മൾ ഷെയറുമായിട്ട് ബന്ധപ്പെട്ട് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചിരിക്കേണ്ട കുറച്ച് ടേംസ് ഉണ്ട്. ഫേസ് വാല്യൂ, ഫേസ് വാല്യൂ അല്ലെ നോമിനൽ വാല്യൂ എന്നും പറയും. അതിപ്പോ ഞാൻ പറഞ്ഞു, ഇപ്പൊ ₹100 ഷെയർ, അതിന്റെ ആക്ച്വൽ വാല്യൂ 100 ആണ്. അപ്പൊ ആ വാല്യൂനെയാണ് നമ്മൾ ഫേസ് വാല്യൂ അല്ലെങ്കിൽ നോമിനൽ വാല്യൂ എന്ന് പറയുന്നത്. ഇനി ഇഷ്യൂ പ്രൈസ് എന്ന് പറയുന്നത് ഏത് വേണേലും ആവാം. ഫേസ് വാല്യൂ വേണമെങ്കിലും ആവാം, അല്ലെന്നുണ്ടെങ്കിൽ ഡിസ്കൗണ്ടിൽ വേണമെങ്കിൽ ഇഷ്യൂ ചെയ്യാം, പ്രീമിയത്തിൽ ഇഷ്യൂ ചെയ്യാം. ഡിസ്കൗണ്ടിൽ ഇഷ്യൂ ചെയ്യുവാണെങ്കിൽ ഫേസ് വാല്യൂവിനേക്കാളും കുറഞ്ഞ വിലക്കായിരിക്കും ഇഷ്യൂ ചെയ്യുന്നത്. പ്രീമിയം ആണെങ്കിൽ ഫേസ് വാല്യൂവിനേക്കാളും കൂടിയ എമൗണ്ടിലായിരിക്കും ഇഷ്യൂ ചെയ്യുന്നത്. നമ്മൾ എക്സാമ്പിൾ പറഞ്ഞല്ലോ, ഇപ്പൊ 100 80, ഇവിടെ ആണെങ്കിൽ 120 ആയിരിക്കും. അങ്ങനെ പ്രീമിയം ആണെങ്കിൽ എക്സ്ട്രാ എമൗണ്ട് ആണ് നമ്മൾ അവിടെ കളക്ട് ചെയ്യുന്നത്, ഡിസ്കൗണ്ട് ആണെങ്കിൽ എമൗണ്ട് കുറച്ചാ കളക്ട് ചെയ്യുന്നത്. ഇനി പറയണ്ടല്ലോ അല്ലേ, ഇത് രണ്ടും മനസ്സിലായില്ലേ?
മനസ്സിലായി. ഓക്കെ. ഇനി സ്റ്റേജ് ഓഫ് ഇഷ്യൂ ഓഫ് ഷെയർസ്. നമ്മൾ ഒരു ഷെയർ ഇഷ്യൂ ചെയ്യുന്നതിന് 3 സ്റ്റേജാണ് യൂഷ്വലി വരുന്നത്. ആപ്ലിക്കേഷൻ, അലോട്ട്മെന്റ്, കോള്. അപ്പോൾ ആപ്ലിക്കേഷൻ, അലോട്ട്മെന്റ് നമുക്ക് ഒരു കാരണവശാലും ഒഴിവാക്കാൻ പറ്റത്തില്ല, അത് എന്തായാലും കാണും. ഇനി കോളിന്റെ നമ്പർ എന്ന് പറയുന്നത് അത് കമ്പനിയെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പോൾ യൂഷ്വലി എന്തായാലും മിക്കപ്പോഴും ഫസ്റ്റ് കോൾ ഉണ്ടാവാറുണ്ട്. ഫസ്റ്റ് കോള്, ചിലപ്പോൾ സെക്കൻഡ് കോളും കാണാറുണ്ട്. യൂഷ്വലി ഫസ്റ്റ് കോളും സെക്കൻഡ് ആൻഡ് ഫൈനൽ കോൾ ഇത്രേ കാണത്തുള്ളൂ. തേർഡ് കോൾ ഒന്നും അങ്ങനെ വരത്തില്ല. യൂഷ്വലി ഇത്രേ കാണത്തുള്ളൂ. ആപ്ലിക്കേഷൻ, അലോട്ട്മെന്റ്, ഫസ്റ്റ് കോൾ, സെക്കൻഡ് ആൻഡ് ഫൈനൽ കോൾ. അതാവുമ്പോഴത്തേക്കും ഫുള്ള് തീരും. ഓക്കെ. എപ്പോഴും നമ്മൾ ലാസ്റ്റ് കോളിന്റെ കൂടെ ചേർത്ത് എഴുതും ഫൈനൽ കോൾ. ഇപ്പൊ ഫസ്റ്റ് കോൾ ആയിരുന്നു ലാസ്റ്റ് കോൾ എങ്കിൽ അവിടെ നമ്മൾ ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ. ഇവിടെ ഇപ്പൊ സെക്കൻഡ് കോളും കൂടി ഉണ്ട്, അങ്ങനെയാണെങ്കിൽ സെക്കൻഡ് ആൻഡ് ഫൈനൽ കോൾ. ഏത് കോളാണോ അവസാനം വരുന്നത് അതിന്റെ കൂടെ നമ്മൾ ഫൈനൽ കോൾ എന്നും കൂടി അങ്ങ് ചേർക്കും. അതാണ് നമ്മുടെ ലാസ്റ്റ് സ്റ്റേജ്. ഓക്കെ. അപ്പൊ ഇതൊക്കെ അതിന്റെ ബേസിക് ടേംസും അതിന്റെ ഓർഡറും ഒക്കെയാണ്. ഇനിയാണ് നമ്മുടെ ജേർണൽ എൻട്രി തുടങ്ങുന്നത്. ഇവിടുന്നാണ് നമ്മുടെ ജേർണൽ എൻട്രി തുടങ്ങുന്നത്. ഈ ഷെയർ ആപ്ലിക്കേഷന്റെ ജേർണൽ എൻട്രി മാത്രമാണ് ആദ്യം നമുക്ക് പൈസ കിട്ടുന്ന എൻട്രി. അതായത് ആദ്യം നമ്മൾ റെസീപ്റ്റ് എൻട്രി എഴുതും, പിന്നെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യാനുള്ള എൻട്രി എഴുതും. അത് ഈ ഷെയർ ആപ്ലിക്കേഷന് മാത്രം അങ്ങനെ എഴുതുന്നത്. അലോട്ട്മെന്റ് തൊട്ട് പിന്നെ നമ്മൾ എഴുതുമ്പോൾ റെസീപ്റ്റ് എൻട്രി ഒക്കെ രണ്ടാമതേ എഴുതത്തുള്ളൂ. പൈസ കിട്ടുന്നത് പിന്നീട്, ആദ്യം നമ്മൾ ഡ്യൂ ആക്കും, പിന്നീടേ പൈസ കിട്ടത്തുള്ളൂ. അങ്ങനെ. അപ്പോ നമ്മുടെ ജേർണൽ എൻട്രീസിൽ ഫസ്റ്റ് വൺ ഷെയർ ആപ്ലിക്കേഷൻ. ആപ്ലിക്കേഷൻ മണി കിട്ടുമ്പോൾ നമ്മൾ എഴുതേണ്ടത് ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ടു ഷെയർ ആപ്ലിക്കേഷൻ അക്കൗണ്ട്. ഓക്കെ. അപ്പൊ ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ബാങ്കിൽ പൈസ വന്നു, ഷെയർ ആപ്ലിക്കേഷന്റെ ഭാഗമായിട്ടാണ് വന്നത്. അപ്പൊ ഷെയർ ആപ്ലിക്കേഷൻ എന്ന് പറയുന്ന അക്കൗണ്ടിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്തു, ഷെയർ ആപ്ലിക്കേഷൻ അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്തു. ഷെയർ ആപ്ലിക്കേഷൻ ആയിട്ടാണ് നമുക്ക് എമൗണ്ട് കിട്ടിയത്. ബാങ്ക് എന്ന് പറയുന്ന അസറ്റ് ആണ് നമുക്ക് കൂടിയിരിക്കുന്നത്. ഓക്കെ. അപ്പൊ ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ടു ഷെയർ ആപ്ലിക്കേഷൻ അക്കൗണ്ട്. ഓക്കെ ആണല്ലോ. അപ്പൊ ഈ ഷെയർ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കൊരു ലയബിലിറ്റി അക്കൗണ്ട് ആണ്. കാരണം ആ ലയബിലിറ്റി അക്കൗണ്ട് കൂടിയത് കൊണ്ടാണ് അതിനെ ക്രെഡിറ്റ് ചെയ്ത് കൊടുത്തത്. ഇനി നമ്മളിത് ഷെയർ ക്യാപിറ്റലിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഈ ഒരു ലയബിലിറ്റി നമുക്ക് ഇല്ലാണ്ടാവും. അപ്പൊ ഇനി നമ്മൾ ഷെയർ ക്യാപിറ്റലിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പോവാ. ഷെയർ ആപ്ലിക്കേഷൻ അക്കൗണ്ട് ഡെബിറ്റ് ടു ഷെയർ ക്യാപിറ്റൽ. അപ്പൊ ഈ ഷെയർ ആപ്ലിക്കേഷനിൽ കിടക്കുന്ന എമൗണ്ട് ഷെയർ ക്യാപിറ്റലിലോട്ട് ട്രാൻസ്ഫർ ആവും. കണ്ടോ? നമുക്കിവിടെ ഓരോന്നിനും 2 ജേർണൽ എൻട്രി ആണുള്ളത്. ഒരു റെസീപ്റ്റ് എൻട്രിയും ഒരു ട്രാൻസ്ഫർ എൻട്രിയും. അതിൽ ആപ്ലിക്കേഷൻ, ഷെയർ ആപ്ലിക്കേഷന് മാത്രം ആദ്യം റെസീപ്റ്റ് എൻട്രി പിന്നെ ട്രാൻസ്ഫർ എൻട്രി എഴുതും. ഇനി അലോട്ട്മെന്റ് എഴുതുമ്പോൾ ആദ്യം നമ്മൾ ഡ്യൂ എൻട്രി എഴുതും, പിന്നെ റെസീപ്റ്റ് എൻട്രി എഴുതും. ഇനി തൊട്ട് അങ്ങനെ ആയിരിക്കും പോകുന്നത്. ആപ്ലിക്കേഷൻ മണിക്ക് മാത്രം നമ്മൾ ആദ്യം റെസീപ്റ്റ് എൻട്രി പിന്നെ ട്രാൻസ്ഫർ എൻട്രി. അലോട്ട്മെന്റും കോളും എല്ലാം ആദ്യം നമ്മൾ ഡ്യൂ എൻട്രി എഴുതും, പിന്നെ റെസീപ്റ്റ് എൻട്രി എഴുതും. അങ്ങനെ. ഓക്കെ. അപ്പൊ ഈ ഓർഡർ ഒരിക്കലും വിട്ടുപോകരുത്. ആദ്യം നമ്മൾ എഴുതുമ്പോൾ ഷെയർ ആപ്ലിക്കേഷന്റെ 2 ജേർണൽ എൻട്രീസ് എഴുതണം. എമൗണ്ട് റിസീവ് ചെയ്യുമ്പോൾ ഉള്ളതും ആ എമൗണ്ട് ഷെയർ ക്യാപിറ്റലിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഉള്ളതും. ഇനി അലോട്ട്മെന്റിന്റെ കേസ് വരുമ്പോൾ അലോട്ട്മെന്റ് മണി ഡ്യൂ ആവുമ്പോൾ, അതായത് അലോട്ട്മെന്റ് കമ്പനി വിളിച്ചു കഴിഞ്ഞു, അപ്പോൾ അത്രയും അലോട്ട്മെന്റ് മണി ഡ്യൂ ആയി, അതിന്റെ ജേർണൽ എൻട്രി ആണ് അടുത്ത വരേണ്ടത്. ഷെയർ അലോട്ട്മെന്റ് അക്കൗണ്ട് ഡെബിറ്റ് ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട്. അതായത് ഷെയർ അലോട്ട്മെന്റ് എന്ന് പറയുന്ന അക്കൗണ്ടിൽ എക്സ്പെൻസ് ആണ്, അത് എക്സ്പെൻസ് ആണ്. ഷെയർ അലോട്ട്മെന്റ് എന്ന് പറയുന്ന എക്സ്പെൻസ് കൂടി ടു ഷെയർ ക്യാപിറ്റൽ. ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്ന ലയബിലിറ്റിയാണ്. അപ്പോൾ ഷെയർ ക്യാപിറ്റലിലേക്ക് നമ്മൾ ആദ്യം അലോട്ട്മെന്റിൽ നിന്നുള്ള ഫണ്ട് കൊണ്ടുവരണം. അതാണ് നമ്മുടെ ഡ്യൂ എൻട്രി. ഇനി റിസീവ് ചെയ്യുമ്പോൾ നമുക്ക് റിസീവ് ചെയ്യേണ്ടത് ഈ അലോട്ട്മെന്റിലോട്ടാ ഫണ്ട് റിസീവ് ചെയ്യേണ്ടത്, അലോട്ട്മെന്റ് അക്കൗണ്ടിലോട്ട്. അപ്പൊ അലോട്ട്മെന്റ് അക്കൗണ്ടിലോട്ട് ഫണ്ട് റിസീവ് ചെയ്യാൻ വേണ്ടി, അതായത് ആ ഫണ്ട് എങ്ങനെ വന്നു എന്നുള്ളതാണ്. അപ്പൊ ബാങ്ക് അക്കൗണ്ടിൽ അലോട്ട്മെന്റ് പാർട്ടായിട്ടാണ് ആ ഫണ്ട് വന്നത്. അതുകൊണ്ട് എമൗണ്ട് കിട്ടുമ്പോൾ ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ടു ഷെയർ അലോട്ട്മെന്റ് അക്കൗണ്ട്. ഓക്കെ, മനസ്സിലായോ? അപ്പം ഷെയർ ഹോൾഡേഴ്സ് അലോട്ട്മെന്റ് മണി അടച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ അരിയർ വരും. മനസ്സിലായോ? അത് കോൾസിന്റെ അരിയർ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് പഠിക്കും. ഇവിടെ നമ്മൾ എഴുതുമ്പോഴേ എത്ര എമൗണ്ട് ആക്ച്വലി റിസീവ് ചെയ്ത് അത് മാത്രം എഴുതിയാൽ മതി. അത് നമുക്ക് എക്സാമ്പിൾ വെച്ച് പറയാം കേട്ടോ. ഇപ്പൊ ഞാൻ പറയാമേ, ഒരു മിനിറ്റ്. ഇതിനകത്ത് ഇതൊന്നും വേണ്ട, ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞു. ഓക്കെ, ഇപ്പൊ നമുക്കിപ്പം ആപ്ലിക്കേഷൻ വന്നു എന്ന് വെച്ചാൽ ഒരു 5000 ഷെയർസിന്റെ ആപ്ലിക്കേഷൻ അറ്റ് റുപ്പീസ് 10 ഈച്ച് ഇൻറ്റു 10.
5,000 into 10. അപ്പൊ നമുക്ക് ഇവിടെ റിസീവ് ചെയ്യുമ്പോൾ ഇവിടെ 50,000, ഇവിടെ 50,000. അല്ല, 10 റുപ്പി ഫുൾ ആയിട്ട് കളക്ട് ചെയ്യത്തില്ല, ഒരു ചെറിയ എമൗണ്ട് വെച്ചിട്ടായിരിക്കും. ആപ്ലിക്കേഷനിൽ എത്ര, അലോട്ട്മെന്റിൽ എത്ര, ഒരു ചെറിയ ക്വസ്റ്റ്യൻ എഴുതാം, അപ്പോഴത്തേക്കും മനസ്സിലാവും. ഓക്കെ, ഒരു കമ്പനിക്ക് 1000 ഷെയർസ് ഉണ്ടായിരുന്നു. അപ്പൊ ഒരു 1000 ഷെയർസ് അവര് പബ്ലിക്കിന് ഇഷ്യൂ ചെയ്യുക. അതിന്റെ ആപ്ലിക്കേഷൻ മണി 3 rupees ആണ്, അലോട്ട്മെന്റ് മണി 2 rupees ആണ്, അലോട്ട്മെന്റ് മണി 2 rupees ആണ്, കോൾ മണി 5, മൊത്തം 5 amount, ഫൈനൽ കോൾ, വേറെ ഒന്നുമില്ല. അപ്പൊ അതില് 200 ഷെയർസ് നോട്ട് പെയ്ഡ് അലോട്ട്മെന്റ്, ഇതുപോലെ നമുക്ക് തന്നേക്കും കേട്ടോ. അപ്പൊ ഇതാണ് ഇപ്പൊ നമുക്കുള്ള ഇൻഫർമേഷൻ. അപ്പൊ ഇവിടെ നമുക്കിപ്പോ ഷെയർസ് ആപ്ലിക്കേഷൻ നമ്മൾ ഇഷ്യൂഡ് 1000 ഷെയർസ് ആണ്, ആപ്ലിക്കേഷനും 1000 ഷെയർസ് ആണെന്ന് തന്നെ അസ്യൂം ചെയ്യുവാണ് കേട്ടോ. ഇഷ്യൂ ചെയ്തതും 1000 ആണ്, ആപ്ലിക്കേഷൻ റിസീവ് ചെയ്തതും 1000 ആണ്. അപ്പൊ ഇവിടെ പ്രശ്നമില്ലല്ലോ. അപ്പൊ 1000 ഷെയർസ് ഇൻറ്റു 3 rupees 3,000, കുഴപ്പമില്ലല്ലോ. അപ്പൊ 3,000, അപ്പൊ അത് രണ്ടിടത്തും ആയിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഈ 3,000 ഷെയർ ക്യാപിറ്റലിലോട്ട് ട്രാൻസ്ഫർ ചെയ്യണം. ഈ ഷെയർ ആപ്ലിക്കേഷൻ അക്കൗണ്ട് നമ്മൾ അങ്ങ് ക്യാൻസൽ ചെയ്യും. ഇവിടെ ക്രെഡിറ്റ് ചെയ്തേക്കുമല്ലേ, ഇവിടെ ഡെബിറ്റ് ചെയ്യുമ്പോൾ അക്കൗണ്ട് അങ്ങ് ക്യാൻസൽ ആയിക്കോളും. എന്നിട്ട് ഷെയർ ക്യാപിറ്റലിലോട്ട് മാറ്റി ആ എമൗണ്ട്, ആപ്ലിക്കേഷൻ മണിയെ നേരെ ഷെയർ ക്യാപിറ്റലിലോട്ട് മാറ്റി. ഓക്കെ, ഇനി അടുത്ത അലോട്ട്മെന്റിൽ എത്ര, 2 rupees വെച്ചിട്ടാണ് കളക്ട് ചെയ്യുന്നത്. അപ്പൊ 1000 into 2 rupees വെച്ചിട്ടാണ് അലോട്ട്മെന്റിൽ കളക്ട് ചെയ്യുന്നത്. 1000 into 2 rupees, അപ്പൊ അത് 2,000. അതാണ് ഡ്യൂ ആവുന്നത്. ഓക്കെ, ഇത് റിസീവ് ചെയ്ത് എത്ര എന്നുള്ളതല്ല, ഡ്യൂ ആവുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് നോക്കുമ്പോൾ നമ്മുടെ ഒരു അഡ്ജസ്റ്റ്മെന്റ് നമുക്ക് പറഞ്ഞേക്കുക, 200 ഷെയർസ് നോട്ട് പെയ്ഡ് അലോട്ട്മെന്റ്. അതിൽ 200 ഷെയർസ് അലോട്ട്മെന്റ് തന്നിട്ടില്ല. അപ്പൊ നമ്മൾ ആക്ച്വലി റിസീവ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, 800-ന്റെ റിസീവ് ചെയ്തതായിട്ട് കാണിക്കാവൂ. കാരണം 200 കിട്ടിയിട്ടില്ലല്ലോ, 200 ഷെയർസിന്റെ. അപ്പൊ 800 into 2, അപ്പൊ നമുക്ക് ആക്ച്വലി റിസീവ് ചെയ്തേക്കുന്നത് ഇത്രയേ ഉള്ളൂ, 1000. ആക്ച്വലി റിസീവ് ചെയ്ത് എത്രയാണോ അത് മാത്രമേ നമ്മളെ റെസിപ്റ്റ് എൻട്രിയിൽ വരുള്ളൂ. ഓക്കെ, പിന്നെ കോൾസ് ഇൻ അരിയർ നമ്മൾ പഠിക്കും. അപ്പോഴും നമുക്ക് കോൾസ് ഇൻ അരിയർ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്ത് കൊടുക്കാം, എന്നിട്ട് ഫുൾ എമൗണ്ട് 2000 ആക്കി കാണിക്കുകയും ചെയ്യാം കേട്ടോ. അപ്പൊ അത് മിക്സ് ചെയ്ത് പഠിക്കുന്നില്ല, അതുകൊണ്ടാണ് ഇപ്പൊ സെപ്പറേറ്റ് ആയിട്ട് എത്ര എമൗണ്ട് ആക്ച്വലി കിട്ടിയോ അത് മാത്രം നമ്മൾ റെസിപ്റ്റിൽ കാണിക്കുന്നുള്ളൂ. ഓക്കെ, മനസ്സിലായല്ലോ. ഇനിയിപ്പോ കോളിന്റെ കേസ് വരുമ്പോഴും അതുപോലെ, കോൾ ഇപ്പം എന്തായാലും ഈ അലോട്ട്മെന്റ് തരാത്ത ആൾക്കാർ ഉറപ്പായിട്ടും കോളും തരത്തില്ല കേട്ടോ. അപ്പൊ അതിനെ നമ്മൾ കോളിനും കൂടി അത് ഓർത്ത് വെക്കണം, അത് വിട്ടുപോകരുത്. അപ്പം അലോട്ട്മെന്റ് തന്നിട്ടുണ്ടല്ലെങ്കിൽ അവർ കോളും തന്നിട്ടുണ്ടാവത്തില്ല. അപ്പൊ ഇവിടെ ഡ്യൂ എൻട്രി എഴുതുമ്പോൾ തന്നെ നമ്മൾ അത് കണക്കാക്കിക്കൊള്ളണം. ഓക്കെ, അപ്പൊ ശരിക്കും നമുക്ക് ഡ്യൂ ആവുന്നത് ഇതിന്റെ ഡ്യൂ ആവുന്നില്ല. ഡ്യൂ എൻട്രി എഴുതുന്നതിൽ പ്രശ്നമില്ല കേട്ടോ, ഡ്യൂ എൻട്രി എഴുതുന്നതിൽ പ്രശ്നമില്ല. ഫുൾ എമൗണ്ടിൽ തന്നെ നമുക്ക് ഡ്യൂ എൻട്രി എഴുതാം, 5 രൂപ വെച്ചിട്ട്. 5,000 ആണ് കളക്ട് ചെയ്യാനുള്ളത്. ഓക്കെ അല്ലേ, കാരണം 2 അവിടെ, അതായത് 3 ആപ്ലിക്കേഷൻ, 2 അലോട്ട്മെന്റ് ആൻഡ് 5 കോൾ. അപ്പൊ കംപ്ലീറ്റ് ആയല്ലോ, 10 രൂപയായല്ലോ. അപ്പൊ ഇവിടെ കോളിൽ നമുക്ക് 1000 തന്നെ ഡ്യൂ ആക്കി കാണിക്കാം. 1000 ആണ് നമുക്ക് കിട്ടാനുള്ളത്. കാരണം ഈ ഷെയർ നമ്മൾ ക്യാൻസൽ ഒന്നും ചെയ്തില്ലല്ലോ, ആ 200 ഷെയർ നമ്മൾ ക്യാൻസൽ ഒന്നും ചെയ്തില്ലല്ലോ. അപ്പൊ ഇവിടെ നമ്മൾ വേണമെങ്കിൽ അവരിനി കോൾ വിളിക്കുമ്പോ എങ്ങാനും തന്നാലോ എന്ന് വിചാരിച്ച് നമ്മൾ കോളും കൂടി വിളിക്കുകയാണ്. അപ്പൊ റിസീവ് ചെയ്യുമ്പോ വീണ്ടും അത് തന്നെ കിട്ടുന്നില്ല, 800 കിട്ടുന്നുള്ളൂ. അപ്പൊ 800 into 5 തന്നെ കളക്ട് ചെയ്താൽ മതി, 4,000 rupees നമുക്ക് കിട്ടുന്നുള്ളൂ. ഓക്കെ, അപ്പൊ എത്രയാണ് ആക്ച്വലി റിസീവ് ചെയ്തത് അത് വേണം നമ്മൾ റെസിപ്റ്റ് എൻട്രിയിൽ കാണിക്കാൻ. ഓക്കെ, അപ്പോ എല്ലാത്തിലും 2 പേരാണ് ഉള്ളത് എൻട്രീസ് കേട്ടോ. ഷെയർ ആപ്ലിക്കേഷൻ ആണെങ്കിലും ആദ്യം ആപ്ലിക്കേഷനിൽ മാത്രം ആദ്യം റെസിപ്റ്റ് പിന്നെ ട്രാൻസ്ഫർ. ബാക്കിയെല്ലാം എഴുതുമ്പോൾ ശ്രദ്ധിക്കണം, ആദ്യം നമ്മൾ ഡ്യൂ എൻട്രി പിന്നെ റെസിപ്റ്റ് അങ്ങനെ എഴുതും. അപ്പൊ ഫസ്റ്റ് ആപ്ലിക്കേഷനിൽ ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ടു ഷെയർ ആപ്ലിക്കേഷൻ അക്കൗണ്ട്, അത് ഷെയർ ആപ്ലിക്കേഷൻ മണി റിസീവ്ഡ്. ഇനി നേരെ അത് ഷെയർ ക്യാപിറ്റലിലോട്ട് ട്രാൻസ്ഫർ ചെയ്യണം. ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഷെയർ ആപ്ലിക്കേഷൻ അക്കൗണ്ട് ഡെബിറ്റ് ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട്. പിന്നെ അലോട്ട്മെന്റ് വരുമ്പോഴത്തേക്കും ഷെയർ അലോട്ട്മെന്റ് അക്കൗണ്ട് ഡെബിറ്റ് ടു ഷെയർ ക്യാപിറ്റൽ, അത് ഡ്യൂ ആവുന്നു. ഇനി അത് റിസീവ് ചെയ്യുമ്പോൾ ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ടു ഷെയർ ആപ്ലിക്കേഷൻ അക്കൗണ്ട്, അതായത് ബാങ്ക് അക്കൗണ്ട് നമ്മളെ
ബാങ്കിൽ എമൗണ്ട് കൂടും, അസറ്റ് കൂടും, ലയബിലിറ്റി അതായത് ഷെയർ അലോട്ട്മെന്റ് എന്ന് പറയുന്ന ആ ലയബിലിറ്റി അവിടെ ഇല്ലാണ്ടാവും, ക്യാൻസൽ ആവും. ഷെയർ അലോട്ട്മെന്റ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്തതിനെ ക്രെഡിറ്റ് ചെയ്ത് ക്യാൻസൽ ചെയ്യും. ഇവിടെ ഒരു ഡെബിറ്റ്, ഇവിടെ ഡെബിറ്റ്, ക്രെഡിറ്റ് ആകുമ്പോൾ ഈ അക്കൗണ്ട് അങ്ങ് പോയല്ലോ. പിന്നെ നമുക്ക് ആകെ ഉള്ളതെന്ന് വെച്ചാൽ ഈ ഷെയർ ക്യാപിറ്റലിലോട്ട് അൾട്ടിമേറ്റ്ലി എമൗണ്ട് പോകുന്നത് ഈ ഷെയർ ക്യാപിറ്റലിൽ തന്നെ കാണും, ആ എമൗണ്ട്, ആ ബാങ്ക് അക്കൗണ്ടിലുള്ള എമൗണ്ട്. ഓക്കെ, ഈ ഡിഫറൻസ് എന്ന് പറയുന്നത് നമ്മൾ അരിയേഴ്സ് പഠിക്കുമ്പോൾ അതിൽ ആ 400 ഡിഫറൻസ് നമ്മൾ കാണിക്കും കോൾസ് ഇൻ അരിയർ ആയിട്ട്. ഓക്കെ, നമ്മൾ ബാലൻസ് ഷീറ്റ് ഇപ്പൊ കണ്ടല്ലോ, പ്രസന്റ് ചെയ്യുമ്പോൾ അരിയേഴ്സ് കാണിക്കുന്നത്. അപ്പൊ അതിൽ അരിയേഴ്സ് ആയിട്ട് നമുക്ക് ആ ഡിഫറൻസ് എമൗണ്ടിനെ പ്രസന്റ് ചെയ്യാനും പറ്റും. ഓക്കെ, അപ്പൊ ആപ്ലിക്കേഷന്റെ 2 ജേണൽ എൻട്രി, അലോട്ട്മെന്റിന്റെ 2 എണ്ണം, ഡ്യൂ ആകുമ്പോഴും റിസീവ് ചെയ്യുമ്പോഴും. പിന്നെ കോളിന്റേത് ആദ്യം ഡ്യൂ, പിന്നെ റെസീപ്റ്റ്. ഡ്യൂ എൻട്രി ഷെയർ കോൾ അക്കൗണ്ട് ഡെബിറ്റ് ടു ഷെയർ ക്യാപിറ്റൽ, റിസീവ് ചെയ്യുമ്പോൾ ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ടു ഷെയർ കോൾ, അങ്ങനെ. അപ്പൊ ആ എൻട്രീസ് ഒരു 2 തവണ നമ്മൾ വായിച്ചു നോക്കി കഴിയുമ്പോൾ തന്നെ എൻട്രീസ് ക്ലിയർ ആവും. ഓക്കെ അല്ലെ? അപ്പൊ നാളെ നമുക്ക് പ്രോബ്ലംസ് ചെയ്യാം കേട്ടോ. ഇതിപ്പം ഞാൻ പാറും പ്രീമിയവും ഡിസ്കൗണ്ടും ഒന്നും പറയുന്നില്ല, ജസ്റ്റ് ഈ ജേണൽ എൻട്രീസ് നാളെ ഒന്ന് നോക്കി വെക്കാല്ലോ അല്ലെ?